എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൻ്റെ മേൽ വഹിച്ചതിനാൽ ഒരു രോഗത്തിനോ ഒരു വേദനയ്ക്കോ ഒരു ദാരിദ്ര്യത്തിനോ ഒരു കഷ്ടതയ്ക്കോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ ഇന്ന് വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയും അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ചിന്ന് ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. തുടർമാനമായി നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കാം. സിസ്റ്ററെ ഒരു വാക്യം കൂടെ ഒന്ന് സേവ് ചെയ്തേക്കണേ. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7ഉം 8ഉം വാക്യം കൂടെ നോക്കി വെച്ചോണേ. 1 പത്രോസ് 5-ന്റെ 7ഉം 8. ഇപ്പം എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത്. ഒന്ന് നോക്കി വെച്ചോണേ. ഒരു അറിയിപ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി സൗകര്യങ്ങൾ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 8 മണിക്കും UK ടൈം 3 മണിക്കും നിങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അകത്ത് മ്യൂട്ട് മാറ്റി അന്യഭാഷ പറയുവാൻ അന്തരീക്ഷമുള്ള സഹോദരങ്ങൾ മാത്രം മ്യൂട്ട് മാറ്റുക. കാരണം നമ്മൾ അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ നന്നായിട്ട് കയറി വരുമ്പോൾ പല ആൾക്കാരും വീടിൻ്റെ അകത്ത് വെക്കുന്ന സംസാരങ്ങളും ഒച്ചകളും ബഹളങ്ങളും ചിരിയും എല്ലാം ഇതിൻ്റെ അകത്ത് വരും. മറ്റുള്ളവർക്ക് അതൊരു അരോചകമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ വളർച്ചയെ നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. ഞാൻ പലപ്പോഴും എൻ്റെ ഈ കുഞ്ഞുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞ് കരയുന്നത് കൊണ്ടാണെങ്കിൽ അവൻ ഒച്ച വെക്കുകയോ ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്ത് അന്യഭാഷ പറയുന്നത്. എനിക്ക് വേണേൽ മ്യൂട്ട് മാറ്റി എന്ത് ചെയ്യുക, ചില സമയങ്ങളിൽ വരാറുണ്ട്, പക്ഷെ ശ്രദ്ധിക്കാറുണ്ട്, ഞാനത് മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് നിങ്ങളൊരു തടസ്സമാകരുത്. പലരും ശ്രദ്ധിക്കുന്ന പോലുമില്ല. അപ്പം അന്യഭാഷ പറയാൻ വരുന്ന സഹോദരങ്ങളെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് വേഗത്തിൽ ദൈവവചനത്തിലേക്ക് തന്നെ പോകാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, അതിന്റെ നമ്മൾ തുടർച്ചയായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണല്ലോ ധ്യാനിച്ചു വരുന്നത്. ഇന്ന് കർത്താവിന്റെ കൃപയാൽ നമുക്ക് പിന്നെയും കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നമുക്ക് അടുത്ത മാസം സെപ്റ്റംബർ 5-ാം തീയതി ഈസ്റ്റ് ഹാമിൽ, ലണ്ടനിൽ ഈസ്റ്റ് ഹാമിൽ പിന്നെയും നമുക്ക് പ്രാർത്ഥനയുണ്ട്. അവരിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു. September 5th we have meeting in the East Ham. പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മിനിസ്ട്രി ആണ്. ആഗ്രഹിക്കുന്നവർ, നിങ്ങൾക്ക് പരിചയമുള്ളവരെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അതിന്റെ പോസ്റ്റ് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഇടുന്നതായിരിക്കും. If anybody would like to come, I will be posting the poster. You can join. രോഗികളായി ഭാരപ്പെടുന്നവരെയും തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെയും നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, അവരെ കൂട്ടിക്കൊണ്ട് വരണം. യേശുക്രിസ്തു അത്ഭുതം ചെയ്യും. If anybody have any trouble, any sickness, anything, please bring them and they will be completely healed. Please pass on this message. ഇന്ന് കർത്താവ് നിങ്ങളെ സഹായിക്കുന്ന വൻ കൃപയ്ക്ക് നന്ദി പറഞ്ഞ് ഞാനിത് പോസ്റ്റർ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കമന്റ് ബോക്സിലേക്ക് ആ പോസ്റ്റർ വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കളക്ട് ചെയ്യുക, അത് സേവ് ചെയ്യുക. ആർക്കെങ്കിലും താല്പര്യമുള്ളവർ, താല്പര്യമല്ല, നിങ്ങളവരുടെ ചോദിക്കുക. കർത്താവിന്റെ നാമത്തിൽ അവരെ കൂട്ടിക്കൊണ്ട് വരിക എന്നാണ് ഞാൻ കർത്താവിൽ പറയുന്നത്. Please, I have the poster on the chat box. You can share it and ask people to come and join. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? കമന്റ് ബോക്സിൽ ആ പോസ്റ്റർ ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിലേക്ക് അത് സേവ് ആവും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കി, ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് പോവാണ്. അതുകൂടാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നാളെ നമുക്ക് ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ചൊവ്വാഴ്ചയാണ്, അതായത് നാളെയാണ് നമുക്ക് ഫാസ്റ്റിംഗ് പ്രെയർ, അന്യഭാഷാ പ്രാർത്ഥന സൂമിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം. സിസ്റ്റർ ട്രാൻസ്ലേറ്റിലും കുഴപ്പമില്ല, എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമ്മൾ ഫാസ്റ്റിംഗ് പ്രെയർ അന്യഭാഷയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുവാണ്. അപ്പം നാളെയാണ് അതിൻ്റെ ദിവസം. എനിക്കറിയാം എല്ലാവർക്കും ഒരേപോലെ അവൈലബിൾ ആയിട്ടുള്ള സമയം വരത്തില്ല.
പലപ്പോഴും എനിക്ക് ഈ ഒരു ചൊവ്വ അല്ലാതെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ എനിക്കും കറക്റ്റ് വരത്തില്ല. അപ്പൊ ഞാൻ ഓർത്ത് കർത്താവ് ഒരു ദിവസം നമ്മൾ എല്ലാ സമയം കണ്ടെത്തി നമുക്ക് എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ചിലപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചുള്ള സമയങ്ങൾ വന്നില്ലെന്ന് വരാം. സാരമില്ല, ഭാവിയിൽ കർത്താവ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിലേക്ക് ആക്കി തരും. അതുകൊണ്ട് കഴിവതും ആഗ്രഹിക്കുന്നവർ നാളെ ഉണ്ടെങ്കിൽ രാവിലെ നമ്മൾ പഴയ പോലെ തന്നെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സമയം രാവിലെ 10:30-ക്കും UK ടൈം 6 മണിക്കുമാണ് പ്രാർത്ഥന രാവിലെ ആരംഭിക്കുന്നത്. ആ സെയിം ലിങ്ക് തന്നെയാണ്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പങ്കുചേരാം. ആഗ്രഹിക്കുന്നവർ, അവൈലബിൾ ആയിട്ടുള്ളവർ, ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, അവൈലബിൾ ആയിട്ടുള്ളവരെല്ലാം അന്യഭാഷയിൽ പങ്കുചേരുക. വലിയ ഭയങ്കരമായ വളർച്ച ദൈവം നിങ്ങൾക്ക് തരും. അന്യഭാഷ പ്രാർത്ഥനയുടെ മർമ്മങ്ങളെ ഓൾറെഡി നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞതാണ്. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്യം നമുക്ക് വേഗത്തിലെടുക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. 2 Corinthians 5:7. അവിടെ ഇങ്ങനെ പറഞ്ഞത്, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. For we walk by faith, not by sight. നോക്കുക, അപ്പോൾ 2 കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞേക്കുന്നത്. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ നമ്മൾ നടക്കുന്നത്. Here Apostle Paul says 2 things. We are walking by faith, not by sight. അതിന്റെ താഴേക്ക് വരുമ്പോഴേക്കും അപ്പോസ്തലനായ പൗലോസ്ലീഹ വീണ്ടും പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. He also says if someone is in Christ, he is a new creation. നമ്മൾ അതിന്റെ ഇത് മുതൽ വാക്യം 11-ാമത്തെ വാക്യം നോക്കി പൗലോസ്ലീഹ പറയുന്നത്, ആകയാൽ ഞങ്ങൾ ഇന്ന് മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ ഞാൻ പുതുതാക്കി തീർത്തിരിക്കുന്നു. If any man is in Christ, he is a new creation. All things have passed away. Behold, all things have become new. 2 കാര്യമാണ്. ഒന്ന്, ഒരു വിശ്വാസി ജീവിക്കേണ്ടത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. There's 2 things. One, a person should not live by sight but by faith. ലോകത്തിൽ ഒരു മനുഷ്യനും വിശ്വാസത്താൽ ജീവിക്കാൻ കഴിയത്തില്ല. Nobody can live by faith in this world. നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യാറ് നിങ്ങൾക്ക് ഒരിക്കലും ലൈഫിൽ ഒരു കാര്യവും ചെയ്യാൻ കഴിയത്തില്ല. വിശ്വാസത്താൽ എല്ലാം നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ യേശുവിനെ അറിയാത്തൊരു വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. ഒരു നിരീശ്വരവാദിയോ അല്ലെങ്കിൽ യേശുവിനെ അറിയാത്തൊരു വ്യക്തിയോ പറയുകയാണ്, ഞാൻ ജോലി ചെയ്തില്ലെങ്കിലും എല്ലാ മാസവും നടന്നു പോകുന്ന ഒരാൾ വിശ്വസിച്ചാൽ ഒന്നും നടക്കാൻ പോണില്ല. So I'm talking about the person who lives in this world. I'm not going to work anything, and I'm just going to live by faith. No, they cannot live like that. എൻ്റെ അർത്ഥം ജോലി ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ ജോലി അഥവാ ഇല്ലെങ്കിലും പേടിക്കേണ്ട. നമ്മുടെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. I'm not talking about if you don't have any work or anything. I'm saying that our help comes from the Lord, not from the world. അപ്പൊ പുതിയ സൃഷ്ടി ക്രിസ്തുവിലായാൽ ഒരു പുതിയ സൃഷ്ടിയാണ്. If a person come to Christ, he is a new creation. പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പറഞ്ഞു, നമുക്ക് ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെ നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു. In Peter it says that he has given everything for godliness and living. അപ്പം ഇത് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ലൈഫിന്റെ അകത്ത് കർത്താവ് ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. So if a man comes to God, that means then he is being created by God. എന്തുകൊണ്ടാണ് ഈ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം എന്നൊക്കെ ബൈബിൾ പറയാൻ കാരണം? Why is the Bible saying that you should be born again, you should take baptism and all of these things? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മളെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാക്കി ദൈവം മാറ്റുവാണ്. If you have come to Christ, we have been bought by the Lord and then we become the temple of the Holy Spirit. വലിയൊരു പ്രൊട്ടക്ഷൻ നമ്മുടെ മേലുണ്ട്. Then there becomes a protection for us. ബൈബിൾ പറഞ്ഞ ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏക്കത്തില്ലെന്നാണ് പറഞ്ഞത്. In the Bible it says nothing harm will affect any black magic. Any black magic doesn't appear to the Jacob. നോക്കുക, അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഏക്കത്തില്ല, ബാക്കിയുള്ളവർക്ക് ഫലിക്കാൻ സാധ്യതയുണ്ട്. So it says that to Israel it will not affect, but for everybody else it will affect. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ മേൽ ദൈവത്തിന്റെ ഒരു കരുതലും പ്രൊട്ടക്ഷനും ഉണ്ട്. So it says that if you are chosen by the Lord, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുവെങ്കിലും
ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുവെങ്കിലും Everybody is loved by God. ദൈവം എല്ലാവരെയും തെരഞ്ഞെടുക്കുന്നില്ല. Everybody is not being chosen by God. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിലേക്ക് വരുന്ന വ്യക്തിയാണ് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. So whoever comes to Christ is the one chosen by the Lord. അതുകൊണ്ടാണ് സുവിശേഷ ലോകം മുഴുവൻ അറിയിക്കുകയും യേശുവിലേക്ക് അനേകരെ നേടണമെന്ന് പറയാൻ കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറുകയാണ്. This is why we are saying that the people has to come to Christ, because if they come to Christ, then he will become a new creation. അപ്പോൾ നിങ്ങൾക്ക് യേശുവിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പിന്നെ കാണുന്നത് പോലെയല്ല, വിശ്വസിക്കുന്നത് പോലെയാണ്. So once you come to Christ, it's not how you see it, it's just based on the faith. നിങ്ങൾക്ക് 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ 8-ലും പറയുന്നു, ആകയാൽ ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താ ആകുലങ്ങളും കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുക. So in 1 Peter 5:7-8 it says that if cast all your anxiety upon him because he cares for you. നോക്കിയേ, നിങ്ങൾക്ക് വേണ്ടി ഒരു കരുതലുണ്ട്. There is a care by God. എന്റെ കൂടെ മ്യൂട്ട് മാറ്റി പറഞ്ഞോട്ടെ, എന്റെ ദൈവത്തിന് എന്നെ പറ്റി വലിയ വലിയ കരുതലുണ്ടെന്ന് പറ. എന്റെ ദൈവത്തിന് എന്നെ പറ്റി വലിയ കരുതലുണ്ട്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കോ, എന്റെ ചോദ്യം, ദൈവത്തിന്റെ കരുതലിനെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? My question is do you even experience the care of the Lord? പല വിശ്വാസിക്കും നഷ്ടപ്പെട്ടു പോകുന്നതാണ് ദൈവത്തിന്റെ കരുതൽ. Many believers has lost the care of the Lord. നമുക്കറിയാം, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. The Lord is my shepherd, I shall not need anything. അതെന്റെ ഭൗതികം മാത്രമല്ല, എന്റെ ആത്മീയവും അങ്ങനെ തന്നെയാണ്. It's not only just a spiritual version of it, it is also based on the physical need. നമുക്ക് പലപ്പോഴും ദൈവത്തിന്റെ കരുതലുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. Most of the time we are not able to come to the point of where the God is caring for us. നിങ്ങൾ ആ വാക്കുകൊണ്ട് നിങ്ങളുടെ സകല ചിന്തകളും ആകുലതകളും കർത്താവിന്റെ മേൽ ഇടുക, ദൈവം കരുതി വെച്ചിട്ടുണ്ട്. He says that cast all your anxiety upon him because he is caring for you. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ റിലേറ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തരാം. നാളെ നിങ്ങൾക്ക് വലിയൊരു ആവശ്യം മുമ്പിൽ നിൽക്കുക. I'll tell you something. For example, tomorrow you have a lot of something important. നാളെ 10 മണിക്ക് അത് നടന്നേ പറ്റത്തുള്ളൂ രാവിലെ. Tomorrow 10 a.m. it has to happen. അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങാനോ ചിന്തിക്കാനോ ആഹാരം കഴിക്കാനോ ഒന്നിനും കഴിയത്തില്ല. If something big is going to happen, you cannot eat, you cannot rest, you cannot sleep. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ബൈബിള് പറയുകയാണ്, പേടിക്കേണ്ട, ദൈവം നമുക്ക് വേണ്ടി ഒരു കരുതൽ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ? So he is saying that if something happens like this, he is saying that he will care for us. എന്റെ കൂടെ പറഞ്ഞ ടെൻഷൻ അടിക്കാതെ എനിക്ക് ജീവിക്കാന്ന് പറ. നമുക്ക് ടെൻഷനുകൾ വരാൻ കാരണം We get tension because ഇടയ്ക്ക് ശ്രദ്ധിച്ചോളാം, ഞാൻ ഓൾ മ്യൂട്ട് എടുക്കുമ്പോൾ മ്യൂട്ട് ആയിട്ടുണ്ട്. നമുക്ക് ടെൻഷൻ വരാൻ കാരണം നമുക്ക് കരുതലുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. We get tension because we don't have somebody to care for us. നമുക്ക് കരുതൽ ഉണ്ടെങ്കിൽ ടെൻഷൻ ഫ്രീയാ. If somebody will care for us, then we don't have attention. നമ്മുടെ കൈവശം ആഹാരം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി. We went to the hotel to eat. ഞാൻ 2-3 വർഷങ്ങൾക്ക് മുമ്പ്, before 2-3 years before, ഞാൻ എൻ്റെ സുഹൃത്ത്, അതായത് വിവാഹം കഴിഞ്ഞ ഉടനെ അവർക്കൊരു ട്രീറ്റ് കൊടുക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു. There was a married couple and we were going to give them a treat. അപ്പൊ എന്റെ അതുപോലെ വേണ്ടപ്പെട്ട ഒരാളാണ്. He's my friend. അപ്പൊ ഞാൻ തലേ ദിവസം തന്നെ ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന സ്ഥലത്ത് നിന്ന് ആഹാരം കഴിക്കണം. അപ്പൊ എന്റെ അകത്ത് വലിയൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അതായത് എന്റെ കയ്യിലെ എമൗണ്ട് വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു, രാവിലെ പോകണം, ആഹാരം ഇന്ന സ്ഥലത്ത് ആഹാരം കഴിക്കണം. ഇതെല്ലാം എന്റെ അകത്തൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. So I've been calculating that okay, we'll go there, we will eat this based on the money that I have. നോക്കി, അപ്പം ഈ അവിടെ ചെന്ന സമയത്ത്, ഞങ്ങൾ സന്തോഷിക്കുന്ന സമയത്ത്, ഒന്നാമത് ഞാൻ ആ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ എമൗണ്ടിന്റെ അകത്തുനിന്ന് പെട്ടെന്ന് ഒരു വലിയൊരു ഡബിൾ പേയ്മെന്റ് എക്സ്ട്രാ വന്നു.
So where the place that we went, it was not the amount that I was thinking about. It was double the amount that I was thinking about. അപ്പൊ അത് ഞങ്ങൾ ആ ഒരു ആ എൻജോയ്മെന്റിന്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത്, അന്ന് പറഞ്ഞ എമൗണ്ടിന്റെ അകത്ത് ഒത്തിരി തെറ്റുപറ്റിപ്പോയതാണ്, അതിന്റെ അകത്ത് ഇത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത്, അതിന് ഡബിൾ പേയ്മെന്റ് ആണ് പറഞ്ഞത്. So after they said that, oh, there was a mistake that we quoted before. So this all happened after we started eating. അപ്പൊ തന്നെ ഓൾറെഡി ഞങ്ങൾ അതിന്റെ ടെൻഡറായി ഒരു എന്താ പറഞ്ഞ ഒരു വിഷയത്തിന്റെ അകത്ത് നമ്മൾ അതിന്റെ അകത്ത് ഇൻവോൾവ് ആയി പോയി. So we are already being involved in this. അപ്പൊ എന്റെ കയ്യിലുണ്ടായിരുന്ന തുകയേക്കാൾ പ്ലാനിങ് മൊത്തം മാറിപ്പോയി. It was the extra amount of what I had. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല യാത്ര. I was not able to enjoy the trip. കാരണം എന്റെ കപ്പാസിറ്റിക്ക് മീതെയാണ് ഇപ്പോൾ എന്റെ പ്രോബ്ലം നിൽക്കുന്നത്. It was above the capacity of what I have. കാരണം ഇന്നലെ രാത്രി വരെ എന്റെ കപ്പാസിറ്റിക്ക് അകത്താണ് എനിക്ക് ടെൻഷൻ ഫ്രീ ആയിരുന്നു. Until yesterday, I had the calculation and then it was under my capacity. ഇപ്പോൾ ആ നിമിഷം മുതൽ എന്റെ കപ്പാസിറ്റിക്ക് മീതെ ആ വിഷയം കയറിപ്പോയി. When the people said that this is the double the amount, from that time onwards, the capacity out of the capacity. നമുക്ക് എപ്പോഴാണ് ചിന്തകളും ആകുലതകളും ഭാരങ്ങളും വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് മീതെ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടാണ്. So when do we have tension? We think it is outside of our control. Then we have tension. എന്നാൽ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, പേടിക്കേണ്ട, തമ്പുരാന്റെ ഒരു കരുതൽ നമ്മുടെ ജീവിതത്തിലുണ്ട്. So the Bible says that do not worry, I will care for you. ഇതിലേക്ക് എത്തിച്ചേരുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കണം. How can we come there? That is when we walk by faith, not by sight. കണ്ടോ? അപ്പൊ വിശ്വാസത്തിന് ദൈവത്തിന്റെ കരുതലിലേക്ക് എത്തിച്ചേരുവാൻ എന്നെ സഹായിക്കും. Through faith, I can come to the caring of the Lord. നിങ്ങൾ കടന്നു പോകുന്ന ഭാരത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. The problem that you are having, there is a solution for. നിങ്ങളുടെ സങ്കടത്തിന് ഒരു പരിഹാരമുണ്ട്. The sorrow that you have, there is a solution for. നിങ്ങളുടെ വേദനയ്ക്കകത്ത് ഒരു സൊല്യൂഷൻ, ഒരു കരുതലുണ്ട്, ഒരു കെയർ ഉണ്ട് അവിടെ. The pain that you have, there is a care for that. അപ്പൊ ഇതിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും തകർച്ചകളിലേക്ക് നമ്മൾ പോകുന്നത്. Just because you cannot reach the solution, that's how when you're tensed and sorrow. കണ്ടോ? അപ്പൊ നമ്മൾ പലപ്പോഴും സഹിക്കേണ്ടതും തകരേണ്ടത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഈ കരുതൽ മിസ്സായി പോകുന്നു. We miss this caring. That's why we get into tension and anxiety. നമുക്കറിയാം, ഏലിയാവിനോട് തമ്പുരാൻ പറഞ്ഞു, നീ നേരെ കെരീത് തോട്ടിലേക്ക് പോവുക, കാക്കയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. To Eliab, he said that I have made a crow for you. You can go there. നോക്കിക്കേ, അപ്പൊ ഏലിയാവിനെ കെരീത് തോട്ടിലോട്ട് അയക്കുന്നതിന്റെ മുമ്പ് തന്നെ തമ്പുരാൻ കാക്കേനെ ഏർപ്പാട് ചെയ്തു വെച്ചിട്ടുണ്ട്. Before he went to the Kerib, already crow was been assigned for that purpose. അപ്പൊ ഏലിയാവ് കെരീത് തോട്ടിലോട്ട് പോയില്ല, പകരം കർമ്മേലിലോട്ടാ പോകുന്നെങ്കിൽ ആ കരുതൽ മിസ്സായി പോകും. If he goes to Carmel, then this provision will not be there. അപ്പൊ ദൈവഹിതത്തിലേക്ക് എന്നെ എത്തിക്കുമ്പോഴാണ് കരുതൽ എനിക്ക് ലഭിക്കുന്നത്. To get into the plan of the Lord, that is when he cares for me. കാരണം ദൈവം കാക്കയോട് പറഞ്ഞത് ഏലിയാവ് കെരീത് തോട്ടിലുണ്ടെന്നാ പറഞ്ഞത്. God said to the crow that Eliab was in Kerib. അപ്പൊ കാക്കയ്ക്ക് അറിയാവുന്ന ഒറ്റ ലൊക്കേഷൻ, ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കരുതൽ കെരീത് തോട്ടിൽ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. God has assigned the crow there, so the crow only knows where to go to, not anywhere else. അപ്പൊ ഇതേപോലെ നമ്മുടെ കരുതലുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതത്തിന്റെ അകത്താണ്. So based on the will of God, he has been cared for us for everything. അപ്പൊ ഇതിലേക്ക് എന്നെ എത്താൻ സഹായിക്കുന്നത് വിശ്വാസമാണ്. How can I get there? Through faith. കാര്യം ദേശത്ത് മുഴുവൻ ക്ഷാമത്തിൽ കിടക്കുമ്പോഴും ഏലിയാവിനറിയാം, നാളെ എനിക്ക് വയറ് നിറച്ച് ആഹാരം കിട്ടും. The land has been in famine, but Eliab knows that I am going to be fed. അപ്പൊ മനസ്സിലായി, നിങ്ങൾക്കൊരു കരുതൽ ദൈവത്തെ, ഇപ്പൊ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ അകത്ത് തമ്പുരാൻ അതിന്റെ ഒരു കരുതൽ കരുതി വെച്ചിട്ടുണ്ട്. Remember that God has been cared whatever problem that you are going through. അത് ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് കിടപ്പുണ്ട്. It is inside the plan of God. അത് ദൈവത്തിന്റെ കൃപയ്ക്കകത്ത് കിടപ്പുണ്ട്.
It is in the grace of God. ഞാൻ നമ്മുടെ UK ഉള്ള ഒരു ബെന്നി ബദറിന്റെ സാക്ഷ്യം ഇന്നലെ ജസ്റ്റ് ഒന്ന് തൊട്ട് പറഞ്ഞായിരുന്നു. I have talked about this testimony that ഞാനിത് ഇന്നലെ അത് പ്രസംഗത്തിന്റെ ഇടയ്ക്ക് അത് പറഞ്ഞപ്പോഴാണ് ഞാനും ചിന്തിക്കാൻ തുടങ്ങിയത്. yesterday I was thinking about that when you were talking in the preaching. അവർക്ക് വലിയൊരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു തുക അവർക്ക് മുമ്പിൽ ആവശ്യമുണ്ടായിരുന്നു, വലിയൊരു എമൗണ്ട് ആവശ്യമുണ്ടായിരുന്നു. They wanted an amount of money yesterday. അപ്പം അവർ ആ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അതായത് ആ പൈസ ലഭിക്കാൻ വേണ്ടി, വലിയൊരു തുക ലഭിക്കാൻ വേണ്ടി ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. They were talking about this because they want that amount of money. അപ്പൊ ബെന്നി ബദർ ആ സാക്ഷി ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പൊ എന്റെ മനസ്സിലേക്ക് ഈ കരുതൽ വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്. They already said this testimony. ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് when we were praying about it, പെട്ടെന്ന് അൻസു സിസ്റ്ററിലൂടെ പരിശുദ്ധാത്മ അങ്ങനെ സംസാരിക്കാൻ ഇടയായി തീർന്നു. Sister Ansu got a prophetical word. ബെന്നി ബദറിന്റെ കയ്യിലോട്ട് വലിയൊരു തുക സൗജന്യമായി വന്നിരിക്കുന്ന ലഭിക്കുന്നതായിട്ടൊരു കാഴ്ച കാണുന്നു. മിറക്കിൾ മണി കയ്യിലോട്ട് വരുന്നൊരു കാഴ്ച കാണുവാന്ന് പറഞ്ഞു. Into Brother Benny's hand there was an amount of miracle money coming. That is what the prophetic vision saw. അവരത് ഹൃദയത്തിൽ സംഗ്രഹിച്ചിങ്ങനെ അവർക്കത് ആവശ്യമാണ്. So they need that money. എന്നാൽ ഒരു ദിവസം നമ്മുടെ സൂം പ്രയറിൽ ഒരു ദിവസം പരിശുദ്ധാത്മ ഇടപെട്ടു. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് സൂം പ്രയർ ലൈവായിട്ടില്ലായിരുന്നു, യൂട്യൂബിൽ എപ്പോഴോ കാണുമായിരുന്നു. He was hearing about the Zoom meeting in the YouTube for another time. അപ്പൊ അന്ന് ബെന്നി ബദറിന്റെ പേര്, ബെന്നി എന്നുള്ളൊരു പേര് വെളിപ്പെടുത്തിട്ട് പറഞ്ഞു, ജൂലൈ മാസത്തിന്റെ അകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. So that day I prophesied about a name Benny with before July there is going to be a miracle. ആ സമയത്ത് അദ്ദേഹം സൂമിൽ കയറിയിട്ടില്ല. He was not in the Zoom prayer. എന്നാൽ ആ പ്രാർത്ഥന യൂട്യൂബിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. So he took that the prophetic instruction and then he prayed. അത് കേൾക്കുന്നത് ജൂൺ മാസത്തിലാണ് എനിക്ക് തോന്നുന്നത് ദൂത് കേൾക്കുന്നത്. He heard in June. അപ്പം ജൂലൈ മാസം തീരുന്നതിന്റെ അകത്ത് തന്നെ ഒരു വ്യക്തി അവർക്ക് മുഴുവൻ തുകയും കൊടുത്തു. Before July a person gave all the amount for them. കണ്ടോ, അവർക്ക് ആ സ്ഥലത്തിന് വേണ്ടിയുള്ള മുഴുവൻ അത്രയും വലിയൊരു എമൗണ്ട്, വലിയൊരു ലക്ഷം തുക അവർക്കത് ഒരു വ്യക്തി കൊടുക്കുവാനിടയായി തീർന്നു. So a person gave that amount of money before July. കാരണം അപ്പൊ ദൈവം നമുക്ക് വേണ്ടി എവിടെയൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട്. God has been caring for us somewhere. രണ്ട് വ്യക്തികളിലൂടെ പരിശുദ്ധാത്മാവ് അത് പ്രവചനത്തിലൂടെ അവർക്ക് അത് ഉറപ്പിച്ചു കൊടുത്തു. Two people have prayed and prophesied for them. ബെന്നി ബദർ എന്നോട് സാക്ഷ്യം പറഞ്ഞ്, നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടില്ല ഇതിലോട്ട് അദ്ദേഹം നേരിട്ട്, പക്ഷെ എങ്കിലും ഞാൻ ആ സാക്ഷ്യം ഏറ്റു പറയുകയാണ്. കാര്യം ആ സാക്ഷ്യം കേൾക്കുമ്പം മറ്റു സാക്ഷിയോട് ഞാൻ പറയും, നിങ്ങൾ ഈ കടന്നു പോകുന്ന ഭാരങ്ങൾക്കകത്ത് കർത്താവിന്റെ കരുതലിരിപ്പുണ്ട്. Benny brother has not told me, but I am just saying this, and so anybody is going through this, God is caring for it. അപ്പൊ ദൈവത്തിന്റെ കരുതലിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. You have to look to the caring of the Lord. അപ്പൊ ഇതിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. You have to come to this point. ഇതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ if you have to come to this point, ഒന്ന് നിങ്ങൾ ദൈവഹിതത്തെ മനസ്സിലാക്കണം. You should know the will of God. നമ്മൾ ആദ്യം വായിച്ചതുപോലെ ഒന്ന് കാഴ്ചയാലല്ല ഞാൻ നടക്കുന്നത്, വിശ്വാസത്താലാണ്. I do not walk by sight, but walk by faith. ഞാൻ ക്രിസ്തുവിലായാൽ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. If I come to Christ, I am a new creation. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ തന്നെ ബിൽഡ് ചെയ്യണം. ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് എനിക്കൊരു പിതാവുണ്ട്, എനിക്ക് വേണ്ടി ഒരു രാജ്യമുണ്ട്, എനിക്കൊരു പൗരത്വമുണ്ട്, അവിടെ എനിക്ക് വേണ്ടിയുള്ളൊരു കരുതലുണ്ട്. If you are coming to Christ, you should know that I have a father. I am in the kingdom of God. I have all the provision. You have to think like that. അപ്പൊ എന്റെ ചോദ്യം, എന്തിനാ ദൈവം നിങ്ങളെ സഹായിക്കുന്നത്? Why is God helping you? എന്തിനാ ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ ഇത്ര നിർബന്ധം? Why should you? God is very compelled to help. അതുകൊണ്ടാണ് പ്രിയരെ പുതിയ സൃഷ്ടി എന്നൊരു വാക്ക് അവിടെ ഞാൻ പറഞ്ഞത്. That's why it's called a new creation. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവിൽ വീണ്ടും ജനിക്കുന്നവർ. It is called as you are being a creation in Jesus. പുതിയ സൃഷ്ടിനെ പിശാചിനെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശ്വാസിനെ പിശാചിന് തൊടാൻ കഴിയത്തില്ല. A new creation cannot be touched by the devil. നിങ്ങൾ നോക്കിയ സ്കേവ എന്ന് പറയുന്ന ഒരു പുരോഹിതന്റെ മന്ത്രവാദികളായിട്ടുള്ള 7 പുത്രന്മാര്,
Sceva, seven brothers of Sceva. സോറി, സ്കേവയുടെ 7 പുത്രന്മാര് മന്ത്രവാദികളായിരുന്നു വചനം പറഞ്ഞേക്കുന്നത്. All the 7 sons were വിച്ച്ക്രാഫ്റ്റ് ചെയ്യുന്നവരായിരുന്നു. Sceva was witchcraft. നോക്കിക്കേ, അപ്പൊ ഇവരെന്ത് ചെയ്തു? പൗലോസ് ഇങ്ങനെ കർത്താവിന്റെ സുവിശേഷം പറയുകയും രോഗികളെ സൗഖ്യമാക്കുകയും ദൈവരാജ്യം പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴേക്ക് ഇവർക്ക് മനസ്സിലായി നല്ലൊരു വരുമാന മാർഗമാണല്ലോ ഇത്. So what they did was that when Paul was preaching and doing miracles and everything, they thought that this is a good opportunity to make money. അവർ ചിന്തിച്ചാണ് ഒരു രോഗിയെ സൗഖ്യമാക്കിയാൽ ആ ഓപ്പറേഷൻ തുക മൊത്തം ഇവർക്ക് അടിച്ചെടുക്കാമല്ലോ. He said that if one person is being healed, I can take all the surgery. അപ്പൊ അതുപോലൊരു ഭൂതം ബാധിച്ച ഒരു സഹോദരൻ എടുക്കപ്പോൾ ഇവര് പറഞ്ഞു പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി പോകാൻ പറഞ്ഞു. So they went to a lady which was possessed by the devil and said, "Get out, devil." പക്ഷെ തിരിച്ച് പിശാച് പറയുകയാണ്, എനിക്ക് യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. Then the devil asked him, "I know Peter, I know God, Jesus. Who are you?" എന്റെ പ്രിയരെ, ഇതാണ് പുതിയ സൃഷ്ടിയുടെ പവർ എന്ന് പറഞ്ഞാൽ. This is because of the power of the new creation. പിശാചിന് നിങ്ങളെ അറിയാം. Devil knows you. അവൻ അറിയാം, എനിക്ക് യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം. Devil says, "I know that Jesus, I know Paul." എന്റെ കൂടെ പറഞ്ഞ യേശുവിനെ അറിയാം, നിങ്ങളുടെ സ്വന്തം പേരും കൂടെ പറ. യേശുവിനെ അറിയാം, നിങ്ങളുടെ പേരും കൂട്ടി പറ. എന്നെ അറിയാന്ന് പറ, പേര് പറ. I know Jesus, I know ആമേൻ. അപ്പൊ ഈ ഒരു കരുതലിന്റെ അകത്താ പ്രിയരെ നിങ്ങൾ നിൽക്കുന്നത് കണ്ടോ. So you are inside this caring. അപ്പൊ ഈ കരുതലിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. You have to come to this caring. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം എന്ന് പറയുന്നത് Faith means ദൈവത്തിലേക്കുള്ള ആക്സസ് ആണ്. it is an access to God. നിങ്ങളുടെ അത്ഭുതങ്ങളിലേക്കുള്ള ഒരു ആക്സസ് ആണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. This is an access to your miracles. ഇത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. You have to develop this access. നമുക്കറിയാം, നമുക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ If you have a passport, നിങ്ങൾക്ക് ഒരു രാജ്യത്തിലോട്ട് കയറാൻ പറ്റും അല്ലേ? you can go into another country. നിങ്ങൾക്ക് വിസിറ്റ് വിസ ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കയറി. പക്ഷെ പാസ്പോർട്ട് മസ്റ്റ് ആണ്. If you have a visa, you have a money, you can take a ticket, but you need to have a passport to go there. അപ്പൊ ഒരു രാജ്യത്തിലോട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യുവാൻ പാസ്പോർട്ട് നമുക്ക് ആവശ്യമാണ്, ട്രാവൽ ചെയ്യുവാൻ. If you want to travel, you need a passport. അപ്പൊ ദൈവരാജ്യത്തിലേക്കുള്ള എൻട്രൻസ് ആണ് പുതിയ സൃഷ്ടി. If you are the gate to the to the kingdom of God is faith. കാര്യം ബൈബിൾ പറഞ്ഞു, നിങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലിരിക്കുന്നു. Your citizenship is in heaven. എന്നാൽ അവിടുന്ന് ചിലത് എടുക്കണമെങ്കിൽ വിശ്വാസം എന്ന ഏറ്റവും ശക്തമേറിയ ആയുധം ആവശ്യമാണ്. To take something from that, you need faith. നോക്കിക്കേ, ഇവിടെ പത്രോസ്ലീഹ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ. Here Paul says he is caring for you. നിങ്ങൾക്ക് വേണ്ടി ഒരു കരുതൽ തമ്പുരാൻ മാറ്റി വെച്ചിരിക്കുക. You have been cared for by Lord. നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ? Are you reaching to that caring point? നിങ്ങൾക്ക് വേണ്ടി ഒരു സൗഖ്യം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. You have a healing has been prepared for you. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നല്ലൊരു ഭാവി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. For your generation, it's a very good blessing is there. നിങ്ങൾക്ക് നല്ലൊരു സ്വസ്ഥതയുള്ള, സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു കുടുംബജീവിതം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. You have a family life of peaceful and joy. എന്നാൽ ഈ കരുതലിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ ചിന്തകളും ആകുലതകളും കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, without reaching there, you have been all the anxieties and worries. എവിടെയോ നിങ്ങളുടെ യാത്ര മിസ്സായിട്ടുണ്ട്. There is somewhere there is a block. നോക്കിക്കേ, അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത്, what is the faith is, പൗലോസ്ലീഹ എഫേസ്യ ലേഖനത്തിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കാനാ പറയുന്നത് കണ്ടോ. he is saying to hold on to the shield of faith. എന്താണ് ഈ പരിച? What is shield? ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. It can stop the arrows from the enemy. That is the faith. നിങ്ങൾ നോക്കിക്കുക, അപ്പൊ നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉയർത്തിപ്പിടിക്കുമ്പോൾ പിശാചിന്റെ പ്രവൃത്തികളെ തകർക്കാനും ദൈവത്തിന്റെ കരുതലിനെ എടുക്കാനും ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. Faith is for you to distract the power of the enemy and raise to the Lord. അപ്പൊ ദൈവഹിതത്തിലേക്ക് എന്നെ എത്തിക്കുവാൻ സഹായിക്കുന്നതാണ് വിശ്വാസം. To go to the will of God, that is the faith. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? What you should do? നിങ്ങൾ ആദ്യം ഒരു പേപ്പറും പേന എടുക്കണം.
You should get a paper and a pen. നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന നിങ്ങളുടെ ചിന്ത ആകുലതകൾ എന്താന്നുള്ളത് എഴുതി വെക്കണം. You should write down all the issues that you have and trouble and the ഇപ്പൊ anxiety. ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയാം, നിങ്ങളിപ്പോ ചിന്തിച്ചോണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ പറയാ, ബ്രദർ എന്റെ മോനെ പറ്റിയുള്ള ഒരു ഭാരത്തിന്റെ അകത്ത് ഞാൻ ഇരിക്കുക. Brother, I am in trouble because of hearing about my son. ആ ഡോക്ടർ പറഞ്ഞു, അല്ലെങ്കിൽ എന്താ പറയുക, ലോകം പറഞ്ഞു അവൻ ശരിയാകത്തില്ല, അവന്റെ വിഷയത്തിന്റെ അകത്ത് ഭയങ്കര ബുദ്ധിമുട്ടാന്നുള്ള ഭാരത്തിന്റെ അകത്തിരിക്കുക നിങ്ങൾ. Everybody said that he is not going to get better and I am in so much trouble and anxiety. അപ്പൊ ദൈവം പറഞ്ഞു, നിങ്ങൾ ചിന്തകളും ആകുലകളും പെടണ്ട, ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. So he is saying, cast all your anxiety. I am caring for you. അപ്പൊ ഈ ദൈവത്തിന്റെ കരുതൽ എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? Why can't you see what God has cared for you? എനിക്ക് ഭാരങ്ങളും ചിന്തകളും വരുന്നുണ്ട്, I am getting this anxious and trouble. പക്ഷെ ദൈവത്തിന്റെ കരുതൽ എങ്ങിലേക്ക് എത്തിച്ചേരുന്നില്ല. The caring is not reaching me. അതിന്റെ അർത്ഥം വിശ്വാസം എന്ന പരിചയ ഉയർത്തിയെങ്കിൽ മാത്രമേ ദുഷ്ടന്റെ തീയമ്പുകൾ കെടുത്തി കളയാൻ കഴിയത്തുള്ളൂ. You have to raise the shield of the faith so that you can stop the arrows from coming from the devil. അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ദുഷ്ടന്റെ തീയമ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. So your arrows of the devil is coming towards you. എന്താണ് വിശ്വാസം എന്ന പരിചയം എന്ന് പറയുന്നത്? What is the shield of faith? നോക്കിക്കേ, ബൈബിൾ പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ പറ്റിയുള്ള നിശ്ചയമാണ്. Faith is what the things of unseen, and it is the substance of not seen. അപ്പൊ നിങ്ങൾ നോക്കുക, അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ എന്റെ ലൈഫിൽ എന്നെ കാണിച്ച് എന്റെ അടുത്തേക്ക് വലിച്ചടിപ്പിക്കുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. Whatever I have not seen in all this time, to bring it to me is faith. അപ്പൊ നിങ്ങളുടെ ഭാരങ്ങളെ ആദ്യം ഒരു പേപ്പറും പേനയും എടുത്ത് എഴുതി വെക്കുക. Write down all the issues that you have every day. അപ്പൊ നിങ്ങളുടെ കൊച്ചിന്റെ വിഷയമാണ് നിങ്ങളുടെ ഭാരം. Now the trouble is your son. എന്നിട്ട് നിങ്ങൾ ദൈവത്തിന്റെ കരുതൽ എന്താണ് ഈ വിഷയത്തിൽ? So on that, write what God will provide. ആ കരുതൽ തലമുറയെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്രവചനങ്ങൾ, വാഗ്ദത്തങ്ങൾ എഴുതി വെക്കുക. So based on that, write down all the Bible verses for that child. ആ തലമുറയെ പറ്റിയുള്ള ദൈവത്തിന്റെ ആ കരുതലിന്റെ വചനം ആർക്കെങ്കിലും അറിയാവുന്നവരൊന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. ജാതികളുടെ നടുവിൽ എന്റെ സന്തതിയും കണ്ടോ? അപ്പൊ സകല ജാതികളുടെ നടുവിൽ എന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതാണ് കരുതല്. It is that in front of everybody God will take care of my son. പക്ഷെ ഇപ്പൊ എന്റെ ഭാരം അതല്ല. നാട്ടുകാരും വീട്ടുകാരും ലോകവും ഡോക്ടറും ഒക്കെ പറഞ്ഞു ഇത് ശരിയാകത്തില്ല തലമുറയുടെ വിഷയം. Everybody is saying that my son is not going to be okay. എന്റെ പ്രിയരെ, ഇവിടെയാണ് യുദ്ധം ചെയ്യാൻ തുടങ്ങേണ്ടത്. This is where you have to fight. പൗലോസ് പറഞ്ഞു, അവർ വാർഫെയർ വെപ്പൺസ് ആർ നോട്ട് കാർണൽ. നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. Our weapons for this warfare is not flesh. അപ്പൊ ദൈവത്തിന്റെ കരുതൽ നിങ്ങളിലേക്ക് വരാതിരിപ്പാൻ തക്കവണ്ണം തടസ്സപ്പെടുത്തുന്നതിന്റെ മേൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. You have to fight against the plot of the enemy. നിങ്ങൾ കാണുന്നതിനെ അവിടുന്ന് വെട്ടിമാറ്റി You have to cut down all that you have seen. ദൈവവചനമെന്ന ആത്മാവിന്റെ വാൾ എടുത്തുകൊണ്ട് നിന്നുകൊണ്ട് You have to hold on to the Bible verse. നിങ്ങൾ പറ, കർത്താവിന്റെ കരുതൽ പറയുന്നവൻ ജാതികളുടെ നടുവിൽ എന്റെ സന്തതികളെ വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം അറിയും. എന്റെ തലമുറയെ കാണുന്നവരൊക്കെ പറയും ഇവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് യഹോവയാൽ എന്ന് വിളിച്ചു പറയും. To raise this Bible verse saying that my child will be blessed, and everyone who sees my child will say that he is blessed. പ്രിയരെ, വചനം പറയുക എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക എന്ന് അതിന്റെ അർത്ഥം. Saying the verse means you are fighting. വചനം എന്ന് പറയുന്നത് കത്രികയല്ല, വചനം എന്ന് പറയുന്നത് സ്പൂണല്ല, വചനം എന്ന് പറയുന്നത് എന്തുവാ, കണ്ണാടിയോ ഒന്നുമല്ല. വചനം ഒരു വാളാണ്. The Bible verse is not a spoon or a fork or anything. It is a double-edged sword. വാൾ ഉപയോഗിക്കുന്നത് കറി അരിയാൻ വേണ്ടിയല്ല, യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ്. You don't use a sword to cut the vegetables. നോക്കിക്കേ, അപ്പൊ നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല എങ്കിൽ, if you are not fighting, ദുഷ്ടന്റെ തീയമ്പുകൾ നിങ്ങളുടെ മേൽ വന്ന് വീണോണ്ടേയിരിക്കും. then the arrows of the devil will come and കണ്ടോ? അപ്പൊ ദൈവത്തിന്റെ കരുതലിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ you have to come to the caring point of നിങ്ങളിപ്പോ കാണുന്നതിനെ കണ്ടുകൊണ്ട് കരഞ്ഞിട്ട് കാര്യമില്ല.
You are seeing something and you are crying. It's not going to help. ഇപ്പൊ ഉദാഹരണം പറയാ, നമ്മുടെ ഇന്ത്യൻ ബോർഡറിൽ നിൽക്കുന്ന ഇന്ത്യൻ പട്ടാളക്കാര്, ചൈനക്കാരോ, ചൈനൻ പട്ടാളവോ, പാകിസ്ഥാൻ പട്ടാളവോ, അവർ തോക്കുമായിട്ട് വരുമ്പോ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. If a Chinese person or a Pakistan person comes to the Indian border, if you cry, it's not going to help. അപ്പൊ അവരുടെ പട്ടാളത്തെ കാണുമ്പോൾ ചിലപ്പോ ഇവരകത്തൊരു ഭാരം വന്നേക്കാം, സങ്കടം വന്നേക്കാം, ചിലപ്പോ അവരുടെ കുടുംബത്തെ ഓർത്തും അയ്യോ എന്റെ ജീവിതം എന്താന്നുള്ള ചിന്ത വന്നേക്കാം. പക്ഷെ അവര് ആ തോക്കെടുത്ത് യുദ്ധം ചെയ്യാൻ റെഡിയാകുന്നത് കാഴ്ചയാലല്ല, അവരുടെ അകത്തെ ധൈര്യമാണ്. The army that is standing near, he might think about the family, or he might think about the fear, but anyway he will take the gun and fight against them. അപ്പൊ നിങ്ങൾ ഒരു പേപ്പറും പേനും എഴുതി വെച്ചിട്ട് എല്ലാ ദിവസവും ഇത് ഉറക്കെ വിളിച്ചു പറ. എന്താ പറയേണ്ടത്? ചിന്തകളും ആകുലതകളും അല്ല പറയേണ്ടത്, പകരം ദൈവത്തിന്റെ കരുതലിനെ പറ്റി പറയണം. You should every day write on a book, a paper, and then you say it against the problem, not the problem, but the Bible word. അപ്പൊ എന്റെ ചോദ്യം ബ്രദറെ, ഞാൻ ഈ വചനം പറഞ്ഞത് കൊണ്ട് എങ്ങനെയാ കരുതൽ ഉണ്ടാകുന്നത്? Brother, how will it happen if I say this Bible verse? നിങ്ങൾ വചനം പറയുമ്പോൾ നിങ്ങൾ കരിയർ തോട്ടെന്ന് പറയുന്ന ദൈവത്തിന്റെ ലൊക്കേഷനിലേക്ക് എത്തുകയാണ്, ദൈവഗീതത്തിലേക്ക്. When you say this Bible verse, you are going to the Kerib where God has provisioned it. 2 ദിവസം വചനം പറഞ്ഞ് 3 ദിവസം തളർന്നു പോകുന്നുണ്ടെങ്കിൽ, If you say this 2 days and the third day you're tired, അതിന്റെ അർത്ഥം തീയമ്പുകൾ ശക്തമായി വരുന്നുണ്ട് പ്രിയരെ. so that means the arrows of the enemy is going to അപ്പൊ come. പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ പോയിരുന്ന് പ്രാർത്ഥിക്കണം. So if you're praying, somebody is praying, go and pray with them. അവിടെ നിരാശപ്പെടുത്തുന്ന, നിങ്ങളെ കുറ്റം പറയുന്ന, വിശ്വാസത്തെ തളർത്തുന്ന ഒരു പ്രാർത്ഥന സ്ഥലത്തും പോകരുത് ആ സമയത്ത്. If anybody is putting you down or has a negative feeling, don't go there. ആ പ്രാർത്ഥന പോരാളികളുടെയും വിശ്വാസ വീരന്മാരുടെ അടുക്കലേക്ക് ഓടി ചെല്ലണം. You go to the champions of faith where they are praying in vigilantly. കണ്ടോ, അവരുടെ അടുക്കൽ പോയിട്ട് നിങ്ങൾ ബലപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. You should go there and get strong. കാരണം നിങ്ങൾക്ക് ദൈവത്തിന്റെ കരുതലിലേക്ക് എത്തിച്ചേരേണ്ടവരാണ് നിങ്ങൾ. You have to reach to a point where God cares for you. നോക്കിക്കേ, യോശുവയും കാലേബും തീരുമാനിച്ച് എനിക്ക് പെറുപെറുക്കുന്ന കൂട്ടുകാരെനിക്ക് വേണ്ട. Joshua and Caleb decided that I don't hunt anybody who is എനിക്ക് murmuring. ദൈവം സംസാരിക്കുന്ന മോശ മതി. I want only the person who is talking about God, that it is Moses. കണ്ടോ, ഒരു തീരുമാനം അവരുടെ ലൈഫ് മാറ്റിയത് കണ്ടോ. They decided and it turned out their life. അവർക്ക് വേണമെങ്കിൽ ആ പെറുപെറുക്കുന്ന കൂട്ടുകാരുടെ കൂടെ പോയിരുന്നോണ്ട് കൂടെ പെറുപെറുക്കാമായിരുന്നു. They could have gone to the murmuring people and also murmur with them. അവർക്ക് മനസ്സിലായി തമ്പുരാന്റെ ഒരു കരുതൽ, ഒരു കനാൻ എനിക്ക് വേണ്ടി കിടപ്പുണ്ട്. They know that as a Canaan has been promised. എന്റെ ലക്ഷ്യം അവിടെ ചെല്ലുക എന്നുള്ളതാ. My goal is to reach the promise. കാക്കയുടെ ലൊക്കേഷനിലേക്ക് ഞാൻ എത്തിച്ചേരണം. I will reach the point where the crow is there. ഒന്നുകൂടെ ഞാൻ പറയാം, കാക്ക എന്റെ ലൊക്കേഷനിൽ വരത്തില്ല. The crow will not come where I want to. കാക്കയ്ക്ക് ദൈവം കൊടുത്ത ലൊക്കേഷനിലേക്ക് ഞാൻ എത്തിച്ചേരണം. To the God that appointed where the crow has to go, I have to go there. നിങ്ങൾ വചനം പറയുമ്പോൾ അകത്തൊരു ഫെയ്ത്ത് ക്രിയേറ്റ് ആവും. കണ്ടോ, When you say the Bible verse, the faith will be created inside you. ആദ്യമൊക്കെ പറയുമ്പോൾ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് സങ്കടവും എന്താ പറഞ്ഞ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും. When you say in the beginning, you will be like sad and you will not feel good. എന്നാൽ പറയും തോറും അകത്തങ്ങോട്ട് ഫെയ്ത്ത് വർദ്ധിക്കാൻ തുടങ്ങും. If you keep on saying and saying and saying, the faith will be built up. ഫെയ്ത്തിന്റെ പ്രത്യേകത ദുഷ്ടന്റെ തീയമ്പുകളെ ഇടിച്ചു കളയുന്നതാണത്. How the faith work is that all the arrows he will smash it down. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ വിഷയങ്ങളെയാണ് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. You are always looking at your problem. കർത്താവ് പറഞ്ഞത് അത് മുഴുവൻ എനിക്കതാ, കരുതുന്നതാകിയാൽ സകല ചിന്തകളും എന്റെ മേലിട്ടുകൊള്ളുക. God is saying, give me all that anxieties and troubles. എന്റെ പ്രിയരെ, പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ എന്താ പറയുന്നത് സകല നന്മയ്ക്കകത്തും ഇരിക്കുന്നയാളാ. New creation means they are sitting in the provision of the Lord. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയരെ. Let's pray. God bless you. കർത്താവ് എത്രത്തോളം ഉപയോഗിച്ചല്ലോ. God bless you. Thank you, brother. നന്ദി പരിശുദ്ധാത്മാവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എല്ലാവരും ഈ ദിവസങ്ങളിൽ ദൈവം വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ട് പ്രിയരെ. നമുക്കതിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആരൊക്കെയോ പഠിപ്പിച്ച് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, തമ്പുരാന്റെ ഹിതം അതായിരിക്കും, പിശാചേ നിന്റെ ഉപദേശം കൈവച്ചാൽ മതി. എന്റെ കൂടെ പറഞ്ഞാട്ടെ, കിട്ടിയില്ലെങ്കിൽ സാരമില്ലെന്ന് പറഞ്ഞത് പിശാചിന്റെ ഉപദേശമാണെന്ന് പറയാം.
കിട്ടിയില്ലെങ്കിൽ സാരമില്ലെന്ന് പറയുന്ന പിശാചിന്റെ ഉപദേശം. ഒന്ന് പറഞ്ഞേ, മ്യൂട്ട് മാറ്റി പറഞ്ഞു, ഞാൻ മ്യൂട്ടായി കിടക്കും അല്ലേ? നിങ്ങൾ പറഞ്ഞേ, കിട്ടിയില്ലെങ്കിൽ സാരമില്ലെന്ന് പാടിപ്പിക്കുന്നത്. അങ്ങനെ പാടിപ്പിക്കുന്നത്. അവിടെ പറയാ, അങ്ങനെ പറയിപ്പിക്കുന്നത് കൊണ്ട് അങ്ങനെ പാടിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട്. പാട്ട് പാടിപ്പിക്കുന്നത്. പ്രിയരെ, ബൈബിളിൽ പറഞ്ഞു അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ നിങ്ങൾ. വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകുവാൻ കണ്ടോ കണ്ടോ തമ്പുരാൻ പറയണം. ബൈബിളിൽ പറയാം, കർത്താവേ, അബ്രഹാമിന് കൊച്ചിനെ കിട്ടിയെങ്കിൽ എനിക്കും കൊച്ചിനെ കിട്ടും. കണ്ടോ, ആ തിമായുടെ മകനായ ബർത്തിമായ കാഴ്ചയില്ലാത്തവന്റെ കണ്ണ് സൗഖ്യമായെങ്കിൽ എന്റെ കാഴ്ചയും കിട്ടും. കണ്ടോ, ആ രക്തസ്രവക്കാരിയായ സഹോദരി സൗഖ്യമായെങ്കിൽ എന്റെ ബ്ലീഡിങ്ങും സൗഖ്യമാകും. ആ ലാസറിന്റെ വീട്ടിൽ മരിച്ചുപോയ ലാസർ ഉയർത്തെങ്കിൽ എന്റെ ഭവനത്തിലും മരിച്ചത് ഉയർക്കും. നിങ്ങൾ പറ, വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവരുടെ അനുകാരികളാകും നിങ്ങള്. അല്ലാതെ നിങ്ങൾ അതും ഇതും കേട്ടുകൊണ്ടിരിക്കാതെ അതും ഇതും പാടിക്കൊണ്ട്. ഞാൻ ഒറ്റ പാട്ട് പാടുമ്പോൾ ശ്രദ്ധിച്ചോണം. മുമ്പിരിക്കുന്നവൻ കളിയാക്കിനും കുഴപ്പമില്ല, ദൈവത്തിന്റെ ഗീതമല്ലാത്ത ഒറ്റ പാട്ട് പോലും പാടിയേക്കരുത്. ജീസസ് ക്രൈസ്റ്റ്. യുദ്ധമാണ് പ്രിയരെ, ഇത് യുദ്ധത്തിന്റെ അകത്താണ് നിൽക്കുന്നത്. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്താൻ തക്കതായ വിശ്വാസം എന്ന പരിച. പ്ലേറ്റ് എന്നല്ല പറയുന്നത്, വിശ്വാസം എന്ന പരിച, വാചനം എന്ന വാള്. എന്തിനാണെന്നറിയാവോ? തമ്പുരാന്റെ കരുതൽ എനിക്ക് എത്താതിരിക്കാൻ തക്കവണ്ണം തടയാൻ നോക്കുന്ന ദുഷ്ട, നിന്റെ കരത്തെ വെട്ടിമാറ്റുന്ന ഒരു അഭിഷേകം എൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. കണ്ടോ, ഇത് ഉപയോഗിക്കും നിങ്ങൾ പ്രിയരെ. നമ്മൾ പലപ്പോഴും തമ്പുരാന്റെ കരുതലിലേക്ക് എത്താത്തതിന്റെ കാരണം തമ്പുരാൻ വെച്ചിരിക്കുന്നത് കെരീര് തോട്ടിലാണ്. നമ്മൾ നിൽക്കുന്നത് ഇപ്പോഴും കർമ്മേലിൽ നിൽക്കുക. കണ്ടോ, റൂട്ട് മാറ്റിപ്പിടി, ദൈവത്തിന്റെ ഇടത്തിലേക്ക് മടങ്ങി വാ. ലോർഡ് ജീസസ്, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ. രോഗികളായി ഭാരപ്പെടുന്ന സഹോദരങ്ങളെ കൈയെടുത്ത് വെച്ചിട്ട് പറഞ്ഞോട്ടെ, ഞാൻ രോഗം വന്ന് മരിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ ഹിതമല്ല. പറഞ്ഞോ, മ്യൂട്ട് മാറ്റണ്ട. നിങ്ങൾ ഇരിക്കുന്നിടത്ത് പറഞ്ഞ്, എനിക്ക് ഈ മുട്ടുവേദനയും വന്ന് തേയ്മാനം വന്ന് മുട്ടും രോഗം പിടിച്ചു, ജീവിതകാലം മുഴുവൻ ഷുഗറിനും പ്രഷറിനും ഡയബറ്റിക്കിനും ക്യാൻസറിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ മനസ്സില്ല. എൻ്റെ ക്രൂശിൽ യേശു എൻ്റെ രോഗത്തെ വഹിച്ചത് ഞാൻ രോഗിയായി മരിക്കാനല്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കാൻ വേണ്ടിയാണ് പ്രിയരെ. ഒരു വാഗ്ദത്തവും നോക്കിക്കേ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് അവകാശി അല്ലാത്ത ഹാഗറിനും ഇസ്മായിലിനും വേണ്ടി മരുഭൂമിയിൽ ഉറവ തുറന്നെങ്കിൽ നിങ്ങൾ മക്കളാണ്, അവകാശിയാണ്. എത്ര അധികം നിങ്ങളുടെ മേലേക്ക് വരണം. ഇതെന്തുകൊണ്ടാണ് ഇതൊന്നും കാണാൻ പറ്റാത്തത്? നമുക്ക് പലപ്പോഴും ഇത് അറിയാനോ പറഞ്ഞു തരാനോ പഠിപ്പിക്കുവാനോ നമ്മളിലേക്ക് കർത്താവിൻ്റെ ഹിതങ്ങളെ അറിയിച്ചു തരുവാനോ വ്യക്തികൾക്ക് ഇപ്പോൾ സമയമില്ല. പിടിച്ചെടുക്കുന്നവരാകണം. ഇന്നു മുതൽ പേപ്പറും പേനും എടുത്തിട്ട് എന്താ ഭാരം, എന്താ വചനം എഴുതി വെക്കണം. വചനമല്ല, എന്താ കരുതൽ. ആ കരുതലാണ് വചനം. നമ്മൾ വചനം പറഞ്ഞ് നമുക്ക് പലപ്പോഴും നമ്മൾ വചനത്തിന്റെ ആ വചനം എന്ന ഇതിലോട്ട് അങ്ങ് അല്ല, ഇത് വചനം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയുള്ള കരുതലാണ് ദൈവത്തിന്റെ. ഷബനഹടദല മഹസിയാന്തിരി ലംസഫ്രകറ്റലി ബറാഖു സിയാഫ്ര ലസിയാന്തിരി അർബീന റസൂഷല്ല ബിനാക റമിയ ടോബിയ ലസിയ. എന്നുള്ളത് കർത്താവ് രണ്ട് വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഒന്ന് ഒരു ഷേർലി എന്നും, ഈ ഷേർലിയുടെ കരം പിടിച്ചുകൊണ്ടൊരു ബീന നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ഷേർലിയുടെ കരം പിടിച്ചുകൊണ്ടൊരു ബീന നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ഇവർ രണ്ടുപേരുടെ നടുവിലൊരു ആൺ തലമുറ നിൽക്കുന്ന ഒരു കാഴ്ച. ഇവർ രണ്ടുപേരെയും കാണിച്ചുകൊണ്ടൊരു ആൺ തലമുറയിലേക്കൊരു ഫോക്കസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ ഷേർലിയും ബീനയുമായിട്ട് കണക്ഷനുള്ള ഒരു തലമുറയുമായി ബന്ധപ്പെട്ട് ഒരു ഡെലിവറൻസ് സംഭവിക്കാൻ വേണ്ടി പോവാം. യേശുവേ, അതാരാണോ ഷേർലി, ആരാണോ ബീന, ഇവർ രണ്ടുപേരെയും കൈകോർത്ത് നിന്നൊരു കാഴ്ച. രണ്ടുപേരെയും ഒരേ വിഷയത്തിന്റെ അകത്ത് ഭാരപ്പെടുവാണ്. ആൺ തലമുറയെ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറയുവാണ്. ഷേർലി എന്റെ സഹോദരിയാണ്. ആ, ബീന ആരാ? ബീന മോന്റെ അമ്മായിയമ്മ. ബീന മോന്റെ അമ്മായിമ്മയാ. ഷേർലി എന്റെ സഹോദരി, ബീന ഷേർലിയുടെ കൂട്ടുകാരി. ഇവിടത്തിന്റെ അകത്ത് ജനുവരി ജനിച്ചതാരാ? ഈ കുടുംബത്തിന്റെ അകത്ത് ജനുവരി മാസം ജനിച്ചതാരാ? ആരുമില്ല.
ജനുവരി മാസം ജനിച്ച ഷേർലിയുടെയും ബീനയുടെയും ഭവനത്തിൽ ജനുവരി മാസം ജനിച്ചൊരു വ്യക്തിയെ എനിക്ക് അടയാളം കാണിക്കുവാണ്. അത് ആരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അത് ബീനയോട് ചോദിക്കണം. അവർക്ക് 2 പെൺമക്കളാണ്. ബീനയോട് ചോദിച്ചേ അറിയത്തുള്ളൂ. ഷേർലിയുടെ ചോദിക്കണം. വീട്ടിൽ ഷേർലിക്ക് ഒരു ആൺതലമുറ ഒരു പെൺതലമുറയുണ്ട്. ചോദിക്ക് ഒരാണും പെണ്ണും. അത് ചോദിച്ചിട്ട് ആരാണോ ആ ജനുവരി മാസത്തിൽ ആ കുടുംബത്തിൽ ഉള്ളത്, അതൊരു അടയാളമാണ്, ഒരു സൈനാണ്. എന്റെ പേരും ഷേർലി എന്നാണ്. എനിക്ക് ബീനയെ പക്ഷെ അറിയത്തില്ല. പക്ഷെ എന്റെ മരുമകളും ജനുവരിയിലാണ്, മരുമകനും ജനുവരിയിലാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ ആലോചന ശ്രദ്ധിക്കുകയാണ്. ഷേർലിയുടെ കരത്തിൽ ബീന പിടിക്കുന്നു. അപ്പൊ ബീനയെ എനിക്ക് അറിയത്തില്ലെങ്കിൽ എങ്ങനെ ബീനയെ പിടിക്കും? ബീനയുടെ കരത്തിൽ ഷേർലി പിടിച്ചു. അപ്പൊ രണ്ടുപേരും പരസ്പരം അറിയാവുന്നവരാണ്. ഇവരുടെ നടുവിൽ ഒരു ആൺതലമുറ നിൽക്കുന്നുണ്ട്. ആ കുടുംബത്തിൽ ഒരു സൈനായിട്ട് കാണിക്കുന്നു, ജനുവരി മാസം ജനിച്ചൊരു വ്യക്തിയുണ്ട്. കേട്ടോ, ഈ അടയാളമുള്ള ഭവനം, അത് ഏത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ അവർക്കുള്ളതാണ് ഈ ആലോചന. കണ്ടോ? അപ്പൊ ഷേർലി എനിക്കറിയാം, ബീന എനിക്കറിയത്തില്ല, ജനുവരി എനിക്ക്. അപ്പൊ നിങ്ങൾ നോക്കണ്ട, നിങ്ങളുമായിട്ട് അടയാളങ്ങൾ കറക്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഏറ്റെടുക്കുക. കേട്ടോ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, എവിടെ ഇരുന്നുകൊണ്ടാണോ ആ ഭവനം കേൾക്കുന്നതെങ്കിൽ ഇന്ന് ആ തലമുറയുടെ വിഷയത്തിന്റെ അകത്ത് കർത്താവിന്റെ കരുതൽ വെളിപ്പെടും. യേശുവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ പറഞ്ഞു. ഹലോ ബ്രദറെ, എന്റെ 2 ഫ്രണ്ട്സ്, അവരുടെ ഒന്നിന്റെ പേര് ബീന എന്നും ഒന്നിന്റെ പേര് ഷേർലി എന്നാണ്. ഷേർലിയുടെ കുഞ്ഞിന് ഭയങ്കര ഒരു പഠനത്തിലൊക്കെ പുറകോട്ടായിട്ട് അവൾക്ക് ഭയങ്കര വിഷമത്തിൽ ഇരിക്കുമായിരുന്നു. ഈ വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. പിന്നെ ജനുവരി മാസത്തിൽ ഞാനത് ചോദിച്ചിട്ട് പറയാവേ. ചോദിച്ചിട്ട് പറ കേട്ടോ. ഓക്കെ, മെസ്സേജ് അയക്കുക. ഇന്നിപ്പോ അറിഞ്ഞവരും പറഞ്ഞവരും എല്ലാം ഇപ്പൊ തന്നെ വാട്സാപ്പിലോ മെസ്സേജ് അയക്കുക, ചോദിച്ചിട്ട് പറയുന്നവർക്ക് അപ്പൊ തന്നെ ലിങ്ക് അയക്കുക, പെട്ടെന്ന് കേറാൻ പറ. ലോർഡ് ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. എന്റെ ഉള്ളത്തിൽ കർത്താവ്, സേലം എന്ന് പറയുന്ന തമിഴ്നാട്ടിലൊരു സ്ഥലം കാണിക്കുക. സേലം. ഇങ്ങോട്ടൊരു വ്യക്തി ഇങ്ങനെ യാത്ര ചെയ്യുന്നതും ആ സ്ഥലത്ത് വെച്ച് ഞാനൊരു കാഴ്ച കാണുക. ഹൃദയത്തിലേറ്റ വലിയൊരു എന്താ പറയുക, ഒരു പെട്ടെന്നൊരു ഭാരം. അത് ശാരീരിക ഭാരമല്ല, മാനസികമായിട്ടുണ്ടായ ഒരു ഭാരം, വല്ലാത്തൊരു ദുഃഖം. അതിൻ്റെ മേൽ അവിടെ വെച്ച് തന്നെ പട്ടണത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ ഒരു കൃപയാൽ ഒരു സാക്ഷ്യം വെളിപ്പെടാൻ വേണ്ടി പോവാ. കർത്താവിൻ്റെ കരുതൽ ഇന്നവിടെ വെളിപ്പെടാൻ വേണ്ടി പോവാ. അതാരാണോ സേലം എന്ന സ്ഥലത്ത് വെച്ച് ടൂർ പോയതല്ല, അവിടെ വെച്ചൊരു പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ വെച്ചൊരു ഭാരം, അവിടെ വെച്ചുണ്ടായ ഒരു വിഷമം, ആ വിഷമം കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അവിടെ കൊണ്ടുവന്ന് തന്നെ ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പ്ലാനുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവെ, ദുഷ്ടന്റെ ആശകൾ തകരും, അവൻ പല്ല് കടിച്ചുരുകിപ്പോകും. ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ല് കടിച്ചുരുകിപ്പോകും. ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ വലിയ കൃപ ഇന്ന് അവിടെ ഉണ്ടാവും കേട്ടോ. ഇന്ന് എവിടെ ഇരുന്നുകൊണ്ടാണോ നിങ്ങൾ കേൾക്കുന്നത്, സൂമിലോ ലൈവിലോ എവിടെ ആയിക്കോട്ടെ, ദൈവത്തിന്റെ കൃപ ഇന്നവിടെ വെളിപ്പെടാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പം, ഓ ഹോളി സ്പിരിറ്റ്, അങ്ങയുടെ വലിയ മഹത്വത്തിനായി സ്തുതിക്കുന്നപ്പം, നന്ദി കർത്താവേ, നന്ദി യേശുവേ. എൻ്റെ ഉള്ളത്തിൽ ഈ ലാലെന്ന് പറയുന്ന, ഓക്കെ, എൻ്റെ നാത്തൂൻ ഷേർലിയാണ്. അതാരാ കമന്റ് ചെയ്തേക്കുന്നത്? മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണ്, മ്യൂട്ട് മാറ്റുക. എൻ്റെ ഉള്ളത്തിൽ ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കാണിക്കുക. ഞാൻ പ്രാർത്ഥിക്കും, എല്ലാം ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് കുറേ വർഷം പഴക്കമുള്ള ഒരു കുരുക്ക് കർത്താവ് ഇന്നത് അഴിച്ചു മാറ്റാൻ വേണ്ടി പോവാ. അതാരുമായിട്ടാണോ ഈ വ്യക്തിക്ക് ബന്ധമുള്ളത്, ലാലെന്നാണ് ഇതിന് വിളിപ്പേരാണോ ഒഫീഷ്യൽ പേരാണോ എനിക്കറിയത്തില്ല. ലാലെന്നാണ് ആ വ്യക്തിയെ വിളിക്കുന്നത് ഞാൻ കാണുന്നത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇനിയിപ്പോൾ തന്നെ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, എൻ്റെ യേശുവേ. എന്റെ ആങ്ങളുടെ പേര് ലാല.
സിസ്റ്ററുടെ ആങ്ങളുടെ പേര് ലാലെന്ന് വിളിക്കും. ലാൽ എന്നാണ് പേര്. എൻ്റെ ഉള്ളത്തിൽ സിസ്റ്ററെ പറയുവാണ്, കുറെ പഴക്കം ചെന്നതാണ്. അതായത് ഇന്ന് തുടങ്ങിയ വിഷയമല്ല, ഇതിങ്ങനെ ജനറേഷൻ പോലെ കൈമാറി വന്ന ഒരു വസ്തുവിന്റെ മേലുള്ള ഒരു കുരുക്ക. ഞാൻ അതിനെ ഒരു ആത്മീയമായിട്ട് കാണുന്ന ഒരു സർപ്പം ചുറ്റി പിടിച്ചേക്കുന്നത് പോലൊരു കാഴ്ച ഞാൻ കാണുക. ഞാൻ അവന്റെ കാലുകളിൽ അതിങ്ങനെ പിടിച്ചു കിടക്കുന്നത് പോലൊരു കാഴ്ച കാണിക്കുക. വീഴ്ത്തി കിടത്താൻ നോക്കുന്നൊരു അനുഭവം. ഇന്ന് പഴക്കം ചെന്നൊരു വിഷയമാണ്. ഇപ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ അതിനെ വെട്ടിമാറ്റുന്നു. ലോർഡ് ജീസസ്, എൻ്റെ യേശുവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ആ മകൻ കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാൻ, കർത്താവിന്റെ സാക്ഷിയാകുവാൻ വലിയൊരു എൻകൗണ്ടർ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബ്രദർ അല്ലേ? യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ അത്ഭുത സാക്ഷ്യമായി തീരുന്നല്ലോ, കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഓ റിമെന്റേരിയ ലെസ്പെറ്റേരിയ റോഷല ഫെനാസ് ബെറ്റേര ദൂഷ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അപ്പ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഞങ്ങൾക്ക് ഒരു ദോഷവും വരുത്തത്തില്ല. ഓ യേശുവേ, കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഓ സറ്റലമെനി ഫറൂസല. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഓ അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ ഉള്ളത്തിൽ സോമൻ എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ മനസ്സിലേക്ക് വരിക. സോമന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരടയാളമായിട്ട് ഡിസംബർ മാസം ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. സോമൻ എന്നുള്ള ഒരു പേരും ഡിസംബർ മാസം ഒരു സൈനായിട്ട്, ആ കുടുംബത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു അടയാളമായിട്ട് ഡിസംബർ മാസം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. എന്തോ ആരുമായിട്ടാണോ അതിന് ബന്ധം, അത് ഏത് വ്യക്തിയുടെ ഭവനത്തിലാണോ, ഇന്ന് കർത്താവിൻ്റെ ഒരു പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പ ഹോളി സ്പിരിറ്റ് ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇന്ന് ആരാണ് ഈ സോമൻ എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത്, ഇപ്പോൾ തന്നെ ഏറ്റെടുത്തോണെ. ആ ഭവനത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് ശക്തി തരാൻ വേണ്ടി പോവാ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ യേശുവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പ. എൻ്റെ കർത്താവെ, അങ്ങയുടെ കൃപ അവിടെ പെരുകുന്നല്ലോ, കൃപ അവിടെ പെരുകുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ എന്ന് റിലീസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറഞ്ഞു സാറേ, പിന്നെ എന്റെ ഹസ്ബൻഡിനെ ഞാൻ സ്നേഹത്തിലാണ് ഇങ്ങനെ സോമാന്ന് വിളിക്കുന്നത്. ഡിസംബർ മാസം 21-ാം തീയതിയാണ് ഇങ്ങനെ ഒരു പ്രശ്നം എന്റെ കുടുംബത്തിൽ ഉണ്ടായത്. പേര്, യഥാർത്ഥ പേര് ശ്യാം എന്നാണ്. ശ്യാം. ഞാൻ സ്നേഹത്തിൽ വിളിക്കുന്ന സോമാന്ന് ഇങ്ങനെ വിളിക്കും. സോമൻ വിളിക്കുന്ന സഹോദരി വിളിക്കുന്ന പേരാ? ഞാൻ ഇങ്ങനെ സ്നേഹത്തിൽ വിളിക്കുന്നതാണ്. ഒഫീഷ്യൽ പേരല്ല, അല്ല, വിളിപ്പേരാ. ഞാൻ ഇങ്ങനെ വിളിക്കുന്നതാണ്. ഇദ്ദേഹം ജനിച്ചത് ഏത് മാസമാണെന്ന് പറഞ്ഞത്? സോറി, ഈ വിഷയം വന്ന ഏത് മാസമാണെന്ന് പറഞ്ഞത്? ഡിസംബർ മാസം 21-ാം തീയതി, 2024 ഡിസംബർ മാസം 21-ാം തീയതിയാണ്. ഇതാണ് നിങ്ങൾക്ക് ഇതോടുള്ള കണക്ഷൻ. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എൻ്റെ ഉള്ളത്തിലേക്ക് പറയൂ സിസ്റ്ററെ. യേശുവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് ആ ഭവനത്തിന്റെ മേൽ കർത്താവെ അങ്ങയുടെ കൃപ വെളിപ്പെടട്ടെ അപ്പ. എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ, എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ. ഷൽഭറ ഫെനാഫെനി ലാസുസി ബ്രീറ്റ ഫനാലിയ. യേശുവേ, യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഹോളി സ്പിരിറ്റ്, എനിക്ക് എന്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു പേര് എന്റെ മനസ്സിൽ വരുവാണ്. അത് എന്നാ, ചിത്തിര എന്നുള്ളൊരു പേര് എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു കണക്ഷൻ കർത്താവ് ഒരു വ്യക്തി, ഈ പേരൊന്ന് കുറിച്ചു വെച്ചോണേ. ചിത്തിര എന്നൊരു പേരൊന്ന് കുറിച്ചു വെച്ചോണം. ഈ ഒരു വ്യക്തിയുമായിട്ട്, അതായത് ഈ പേരുള്ള ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ഒരു ടേണിങ് സംഭവിക്കാൻ വേണ്ടി പോവാന്ന് പറയാം. സാറ്, പിന്നെ എന്റെ ഹസ്ബൻഡ് ഒരു സ്ത്രീയായിട്ടുള്ള ആ സ്ത്രീയുടെ പേര് തങ്കച്ചി എന്ന് പറയുന്നു. പിന്നെ കാർത്തി എന്ന് പറയുന്നു. അങ്ങനെ ഒരു പ്രശ്നം, ഒരു ഭയങ്കര വിഷമത്തിലായിരിക്കുകയാണ് ഞാൻ. ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഓക്കെ സിസ്റ്റർ, ഇന്ന് കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ വിഷയത്തിന്റെ അകത്ത് കർത്താവിന്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ.
ഇന്ന് കർത്താവെ ദൈവം അയക്കപ്പെടുന്നവരുമായിട്ട് ബന്ധം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ഹിതമല്ലാത്ത എല്ലാ കർത്താവെ ബന്ധങ്ങളെയും ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ യേശുവെ ദൈവഹിതം പോലെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ഓ ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഹോ റീബിക്കറാലസ്യാന്തരി. ഈ ഡിസംബർ മാസം 18 എന്നുള്ള ഡേറ്റുമായിട്ട് ബന്ധമുള്ളതാണ്. ഡിസംബർ മാസം 18 എന്നുള്ള ഡേറ്റുമായിട്ട്, ഡിസംബർ 18, ഡിസംബർ മാസം 18 എന്നുള്ള ഒരു ഡേറ്റ് എൻ്റെ മനസ്സിലേക്ക് വരിക. ഡിസംബർ മാസം 18 ഈ ഒരു ഡേറ്റ് ഒരു വ്യക്തിയിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുക. ലോർഡ് ജീസസ്, ഇന്നത് ആരുമായിട്ടാണോ ആ ഡേറ്റിന് കണക്ഷൻ ഉള്ളത്, ഡിസംബർ 18 ഇന്ന് കർത്താവിന്റെ പ്രവൃത്തി ആ ഭവനത്തിലേക്ക് സംഭവിക്കുക. ബ്രദറെ, എന്റെ ചേച്ചിയുടെ മോന്റെ ബർത്ത്ഡേ ഡേറ്റ് ആണ് ഡിസംബർ 18. ചേച്ചിയുടെ മോന്റെയാ? അതെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. അപ്പാ, ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ സംഭവിക്കട്ടെ. യേശുവേ, അങ്ങയുടെ കൃപ അവിടെ പെരുകുന്നല്ലോ, കൃപ അവിടെ പെരുകുന്നല്ലോ, കൃപ അവിടെ പെരുകുന്നല്ലോ. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹോളി സ്പിരിറ്റ്, കർത്താവേ, ഇന്ന് ആ മകന്റെ മേലേക്ക് ഞങ്ങളുടെ പ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പാ. ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകുന്നുള്ള വചനം പറയുന്നുണ്ട് അപ്പാ. യേശുവേ, ഞങ്ങളിപ്പോൾ തന്നെ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അർബീന ലക്കോസെറ്ററ, എനിക്ക് എൻ്റെ ഉള്ളത്തിൽ ഒരു ജോൺസന് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പറഞ്ഞ ഡിസംബറുമായിട്ട് ബന്ധപ്പെട്ട ഇതേ നമ്പർ കാണിച്ചിരിക്കുന്ന ആ കുടുംബത്തിന് വേണ്ടി ഒരു ജോൺസന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ജോൺസൺ, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ഇന്ന് ആ ഭവനത്തിൽ ഈ ജോൺസനെ ദൈവം അയക്കും. ജോൺസനുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഒരു സൈനായിട്ട് ആ വ്യക്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ഞങ്ങളിപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നപ്പ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ അവിടെ സംഭവിക്കട്ടെ. സിസ്റ്ററെ, ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. പറഞ്ഞു. എന്തോ? ബീന എന്ന് പറയുന്ന ആളിന്റെ ഹസ്ബൻഡ് ജനുവരി 15-നുള്ളതാണ്. ഷേർലിയും ബീനയും? ബീനയുടെ ഹസ്ബൻഡ് ജനുവരി 15-നുള്ളതാണ്. ഷേർലി ആരാ? ഇവർ രണ്ടും കൂട്ടുകാരാ. ഓ, ഇവർ രണ്ടും കൂട്ടുകാരാണ്. ആൺതലമുറയുള്ള ആർക്കായിരുന്നു? ഷേർലിക്ക് ആൺതലമുറയുണ്ട്. ഷേർലിക്ക് ആൺതലമുറയുള്ളത്. ഈ ബീനയുടെ ഹസ്ബൻഡ് ആണ് ജനുവരി ജനിച്ചേക്കുന്നത് അല്ലേ? ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ആ തലമുറ കർത്താവിന്റെ നാമത്തിൽ ദൈവത്താൽ സ്പർശിക്കാൻ വേണ്ടി പോവാണ്. എന്നാ പ്രാർത്ഥന ഒരു അനുഗ്രഹമാക്കി തമ്പുരാൻ മാറ്റും. നന്ദി യേശുവേ. ഹോളി സ്പിരിറ്റ്, യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞു. ലാല് ഷേർലി എന്ന് പറഞ്ഞില്ലേ? ആ, അത് എന്റെ അളിയനാണ് ലാല്. ആ, ഞാനാണ് ഷേർലി. ഷേർലിയും ബീന എന്ന് പറഞ്ഞ സിസ്റ്റർ ആലോചനയാണത്. ഷേർലിയും അതിക്ക് മുന്നേ പറഞ്ഞത് ലാലും ഷേർലി എന്ന് പറഞ്ഞില്ലേ? അത് ആലോചന സ്വീകരിച്ചോ കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ അഞ്ജന എന്നുള്ള തലമുറയുള്ള കുടുംബം ഏതാ? അഞ്ജന എന്നുള്ള തലമുറയുള്ള കുടുംബം ഏതാ? അഞ്ജന. ഇന്ന് ആ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ പറയാം. അഞ്ജന, യേശുവിന്റെ നാമത്തിൽ അഞ്ജനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇപ്പോൾ തന്നെ നിയോഗം എൻ്റെ മനസ്സിലേക്ക് വരിക. ലോർഡ് ജീസസ്. എന്റെ ചർച്ചിലൊരു കുട്ടിയാണ് ബ്രദറെ. ആ കുട്ടി 2.5-3 വർഷം ഷോക്ക് അടിച്ച് കിടന്നുപോയി. ലാപ്ടോപ്പിന് ഷോക്ക് അടിച്ച് കിടന്നുപോയി. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട്, നമ്മുടെ ചർച്ചിലൊന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ആ കുട്ടി എഴുന്നേറ്റു. അഞ്ജന അല്ലേ? ബ്രദറെ, എന്റെ മോള് അഞ്ജനയാണ്. സിസ്റ്ററുടെ മോളാണ് അഞ്ജന? എന്റെ മോളാണ് അഞ്ജന. ഓക്കെ. അപ്പൊ തലമുറയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചത് അല്ലേ? തലമുറ, അഞ്ജന എന്ന തലമുറ. കർത്താവെ, ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നവർ ഒരു ജൂൺ മാസം ഇങ്ങനെ എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ജൂൺ മാസം, ജൂണിൽ തുടങ്ങിയത്
അതിൻ്റെ പുറകെ ഓരോന്നായ കുടുംബത്തിൻ്റെ അകത്ത് അനുഗമിച്ച് ഈ തലമുറയുടെ മേൽ ബ്ലോക്കാക്കി നിൽക്കുന്ന ഒരു മേഖലയെ കർത്താവ് ഇന്ന് അവിടുന്ന് ഡെലിവറൻസ് കൊടുക്കുക. ആമേൻ ആമേൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേനപ്പാ. ആമേൻ. എൻ്റെ ഉള്ളത്തിൽ ആ കുടുംബത്തിൻ്റെ അകത്തൊരു വാക്ക് പറയുകയാണ്. ഇങ്ങനെ ചില ആളുകൾ ഒരു മുൻവിധിക്കകത്താണ് കിടക്കുന്നത്. അവരുടെ മുൻവിധിയാണ് അവര് നിങ്ങളെപ്പറ്റി പറഞ്ഞു വെച്ചേക്കുന്നത്, കുടുംബത്തിന്റെ അകത്തുള്ള ഒരു മുൻവിധി. എന്നാൽ തമ്പുരാൻ അതിനെ പൊളിച്ച് അതിന്റെ അകത്തുനിന്ന് എൻ്റെ ഉള്ളത്തിൽ പറയാണ്, കാട്ടിക്കടന്ന ദാവീദ് ഒരിക്കലും രാജാവാകുമെന്ന് നാട്ടുകാരോ വീട്ടുകാരോ സ്വന്തം പിതാവോ പോലും കരുതിയില്ല. അവരെല്ലാം ദൃഷ്ടിക്ക് അവനൊരു ആട്ടിടയനായിരുന്നു. അത് തമ്പുരാന്റെ ദൃഷ്ടിയിൽ അവൻ ഇസ്രായേലിന്റെ രാജാവാണ്. അതേപോലെ ദൈവത്താൽ ഒരു വാഗ്ദത്തം അഞ്ജനയുടെ മേലേക്ക് വരിക. യേശുവേ, ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പ സിസ്റ്ററെ, ഈ മെയ് മാസം എന്നെ ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 അവളുടെ ബർത്ത്ഡേ. കണ്ടോ? സ്തോത്രം. ഇതെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്ററെ? ഇല്ല. ഇത് കൺഫർമേഷൻ ആകട്ടോ യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അത് കൺഫർമേഷൻ ആണ് യേശുവിന്റെ നാമത്തിൽ. അത് ഉറപ്പിക്കുന്നപ്പോ ആർക്കും ലഭിക്കാത്തത് കർത്താവ്, ആർക്കും കാണാൻ പറ്റാത്തത് തമ്പുരാന്റെ കരുതലിനകത്ത് കിടപ്പുണ്ട്. ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി. ആമേൻ പറഞ്ഞിട്ട് കേട്ടോ. ഓ എന്റെ യേശുവേ, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഓ ഹോളി സ്പിരിറ്റ്, എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണം. എൻ്റെ ലൈഫിൻ്റെ അകത്ത് കർത്താവേ അങ്ങയുടെ ആലോചനയാൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ വഴിയിലേക്ക് എന്നെ നടത്തണമേ. കർത്താവിൻ്റെ ഹിതമല്ലാത്തതിൽ നിന്നെല്ലാം എന്നെ നീക്കി. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ച കർത്താവെ, മ്യൂട്ട് മാറ്റണ്ട. അങ്ങയുടെ ഹിതമല്ലാത്ത എല്ലാ വഴിയിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും നീക്കി കർത്താവിൻ്റെ ഹിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുവാൻ അങ്ങയുടെ ആലോചനയാൽ ഞങ്ങളെ നടത്തണമേ. അങ്ങയുടെ ആലോചനയാലും അത്ഭുതങ്ങളാലും ഞങ്ങളെ ഉറപ്പിക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവേ. ഹോളി സ്പിരിറ്റ്, Holy Spirit, Holy Spirit, in the name of Jesus Christ. Oh, hallelujah. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു കാഴ്ച കാണിക്കുവാണ്. ബിജു എന്ന് പറയുന്ന ഒരു പിതാവിനെ എന്നെ കാണിക്കുക. ആ പിതാവിൻ്റെ തലമുറയെ എന്നെ കാണിക്കുമ്പോൾ ആ തലമുറയുടെ പേരിൻ്റെ ആരംഭത്തിൽ അക്ഷരം മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എസ് എന്ന് പറയുന്ന അക്ഷരത്തിലാണ് ആ തലമുറയുടെ പേരിൻ്റെ ആരംഭം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രദർ അതന്നെ അത് മാത്രം കാണിക്കുന്നത്? എനിക്കതേ കാണാൻ പറ്റുന്നുള്ളൂ. ബിജു എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ, ഞാൻ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നിയോഗം. ഈ രണ്ടുപേരെയും ചേർത്ത്, ബിജുവിനെയും ബിജുവിൻ്റെ തലമുറയും. എസ് എന്നാണ്, തലമുറയാണ്, ഭാര്യയല്ല, തലമുറയുടെ പേരിൻ്റെ ആരംഭം. പാസ്റ്ററെ, ഞാൻ അത് ഏറ്റെടുക്കുന്നു. എന്റെ ഭർത്താവിന്റെ പേരാണ് ബിജു, എന്റെ മക്കളുടെ പേരാണ് സോണിയയും സോബിനും. എസ് എന്ന പേര്. എസ് എന്ന പേരല്ലേ? 2 തലമുറയുണ്ടല്ലേ? അതെ. അപ്പൊ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപ എന്ന് വെളിപ്പെടുന്നല്ലോ. ഹോളി സ്പിരിറ്റ്, അപ്പാ അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്ന അപ്പാ ജീസസ് ക്രൈസ്റ്റ്. സിസ്റ്ററെ, ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഏപ്രിൽ മാസത്തിൽ ജനിച്ചൊരു വ്യക്തി ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. മോളാണ്. മോളിന്റെ പേരിലാണോ എസ് ഉള്ളത്? സോണിയ. സ്വോത്രം. അപ്പൊ ബിജുവിന്റെ മോള് എസ് എന്ന് പറയുന്ന സോണിയ, അവള് ജനിച്ചത് ഏപ്രിൽ മാസമാ അല്ലേ? എന്നോട് ഈ കാര്യം ബില്ലസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്റെ യേശുവേ, ഇന്ന് ബിജുവിനെ ഈ ഏപ്രിൽ മാസം ജനിച്ചത് 2ാമത്തെയാണോ 1ാം തലമുറയാണോ? മൂത്തയാള് ഏപ്രിൽ മാസം അല്ലേ? ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ അപ്പൊ ഇന്ന് ഇരുവരുടെ മേലേക്കും തമ്പുരാന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടും കേട്ടോ. അവരെ കണക്ട് ചെയ്ത് അവരെ ലോക്ക് ചെയ്തിട്ടിരിക്കുമായിരുന്നു. ഓ യേശുവേ, ആ നന്മകളെ പുറത്തു വരാതെ കുടുംബത്തിന്റെ അകത്ത് തളച്ചിട്ടിരിക്കുന്ന ഒരു അനുഭവം. ഓ എൻ്റെ യേശുവേ, ഞങ്ങളൊരു കാഴ്ച കാണുവാണ്. നമ്മളൊരു പക്ഷിയുടെ ചിറകിന്റെ മേൽ, അതിന്റെ കാലിന്റെ മേൽ ഒരു ചരട് കെട്ടി ഒരു മരത്തിന്മേൽ ഉടക്കിയിട്ടാൽ അതിന് ചിറകുണ്ടെങ്കിലും പറക്കാൻ കഴിയത്തില്ല, അതിന് ആഗ്രഹമുണ്ടെങ്കിലും പറക്കാൻ കഴിയത്തില്ല. ഈ കെട്ട് പൊട്ടണം. അതേപോലെ ഇന്നൊരു കെട്ട് പൊട്ടും യേശുവിന്റെ നാമത്തിൽ. ദുഷ്ടപിശാചിന്റെ തീയമ്പുകളെ കെടുത്തി കളയുന്നപ്പ ഭവനം വിടിവിക്കപ്പെടുന്നല്ലോ. സകല മന്ത്രശക്തികളെ ആത്മാവിൽ വെട്ടിമാറ്റുന്നു.
ദുഷ്ടപിശാച് ഇറങ്ങുക ഭവനത്തിൽ നിന്ന്. സ്വസ്ഥതയെ കെടുത്തുന്ന, സമാധാനത്തെ കെടുത്തുന്ന, ആ നന്മ കയറാൻ അനുവദിക്കാതെ കുടുംബത്തെ മുഴുവനും കലഹിപ്പിക്കാൻ നോക്കുന്ന പൈശാചിക ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങുക ഭവനത്തിൽ നിന്ന്. സമാധാനം വാഴട്ടെ, നന്മ കയറട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സഹോദരി കേട്ടോ. കർത്താവിന്റെ വലിയ പറഞ്ഞോ. 8 വർഷമായിട്ട് കിടപ്പാ ബിജു എന്ന് പറഞ്ഞപ്പോൾ സ്ട്രോക്ക് വന്ന് കിടക്കുക. ഓ എന്റെ കർത്താവ്, ഈ പിതാവ് 8 വർഷമായിട്ട് കിടക്കുക. അതെ, കിടപ്പാ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇത് രോഗമല്ലെന്ന് മനസ്സിലായില്ലേ? അതെ, ഇത് സോണിയയുടെ മേലേക്ക് പിടിക്കാൻ നോക്കി നിൽക്കുക. അടുത്തത് അച്ചാന്റെ ദേഹത്ത് കൈവച്ച് പറഞ്ഞോണം, യേശു പറയുന്നു കിടക്ക എടുത്ത് നടക്കാനാ, കിടക്കാനല്ല പറഞ്ഞേക്കുന്നത് കേട്ടോ. കൈവച്ച് പറഞ്ഞോണം, ഒരു ദുഷ്ടപിശാചിനും ഒരാഭിചാര ശക്തിക്കും എന്റെ മേൽ അവകാശമില്ല. ഇനി അങ്ങനെ പ്രാർത്ഥിക്കാവുള്ളൂ. ആ സൗഖ്യം എന്നുള്ളത് രോഗമല്ല കേട്ടോ, ഇത് രോഗമല്ല. രോഗം മാറാൻ പ്രാർത്ഥിക്കുവല്ല ഇനി ചെയ്യേണ്ടത്. ആ ബന്ധനത്തിന്റെ അകത്ത് ജയവ. മനസ്സിലായോ? രോഗമാണ് സൗഖ്യമാകാൻ പ്രാർത്ഥിക്കേണ്ടത്. ബന്ധനം യേശു ഒരിക്കലും ബന്ധനം സൗഖ്യമാകാൻ പറഞ്ഞ ബന്ധനങ്ങളെ അഴിക്കുക ചെയ്തത് കേട്ടോ. അഴിക്കത് യേശുവിന്റെ നാമത്തിൽ. കർത്താവ് അധികാരം പകരി പ്രവചനത്തിലൂടെ കേട്ടോ. യേശുവിന്റെ നാമത്തിൽ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഷൽബന. നിങ്ങൾ ശ്രദ്ധിച്ചോളം, രോഗമാണ് സൗഖ്യമാകുന്നത്, ബന്ധനങ്ങൾ അഴിക്കണം. രോഗബന്ധനമുണ്ട്, അത് സൗഖ്യമല്ല. അതുകൊണ്ടാണ് പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നത്. ഓ യേശുവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഹോളി സ്പിരിറ്റ് അല്ലേലോ ഫാറാലിനി ബഹാറാസിയാന്തിരി ഷബഹോഡ ധിരിക്കമല്ല ഹോഡ ധിരിക്കമ ഹോഡ ധിരിക്കമന സോറിയാലതിമ ഷമാ ഷമാ സിനിയാല ഹസ്സദരിയാന്തിരി ഇനിഹൂറ ഠിനിഹൂറ സിനിഹാൽ ബനാറിയാന്തിരി. നീനു എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് പറഞ്ഞിരിക്കുക. നീനുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ തൊട്ട് താഴെ മറ്റൊരു തലമുറയും കൂടെ നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ഒരു തലമുറ, 2 തലമുറയുണ്ട് നീനുവിന്റെ ആ കുടുംബത്തിൽ. നീനു മാത്രമല്ല, ഒരു തലമുറയും കൂടെ ഉണ്ട് നീനുവിന്റെ കൂടെ. യേശുവിന്റെ നീനു റെജീന മാത്യു എന്റെ മകളാണ്. ആ, നീനു മോളാണ്. പിന്നെ ഉള്ളതാര, മോനാണോ? അല്ല, 2 പെൺകുട്ടികളാ. നീതു. 2 പെൺകുട്ടികളാ. ഈ നീനുവിന്റെ താഴെയാണോ നിൽക്കുന്നത് ഈ രണ്ടാമത്തെ പെൺകുട്ടിയും? അതോ നീനു ആണോ മൂത്തത്? നീനു ആണോ മൂത്തത്? നീനുവിന്റെ താഴെ മൂത്തത് നീതു ആണ്. നീനു രണ്ടാമത്തതാണ്. നീനു മൂത്തതും നീതു മൂത്തതും നീനു രണ്ടാമത്തതും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇവരുടെ ആരുടെ ഇതിന്റെ അകത്താണ് ഞാനൊരു സ്ക്രീനിൽ ഇങ്ങനെ ഈ പൂച്ചയുടെ ഒരു ചിത്രം കാണുക. പൂച്ചക്കുട്ടിയുടെ ഒരു ചിത്രം ഏതോ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതിങ്ങനെ ഒരു ഈ ചിത്രമാണ് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭവനത്തിൽ. അതെവിടെയാ? നിങ്ങളുടെ ഭവനത്തിലാണോ അതോ മറ്റാരെങ്കിലും ആണോ? എവിടെയോ ഒരു പൂച്ചയുടെ ചിത്രം ഇരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. അതിങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുക. ഒന്ന് അന്വേഷിക്കുക. ആ മുറിയിലോ ആ വീട്ടിലോ എവിടെയാണോ ഈ പൂച്ചയുടെ ഒരു ചിത്രം, അത് ചിലപ്പം ഡ്രോ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതിൽ എടുത്ത ചിത്രമായിരിക്കാം, വരച്ചതാകാം. ഇതെവിടെയാണോ ഇരിക്കുന്നത്? മൂത്തത് ആങ്ങളെയാ. ഈ ചിത്രം ഇരിക്കുന്ന സ്ഥലം എവിടെയാ? ഒന്ന് ശ്രദ്ധിക്കണം. ഈ പൂച്ചയുടെ ചിത്രം ഇരിക്കുന്ന ഒരു മുറിയോ സ്ഥലമോ ഫോണോ എവിടെയാണോ ഇപ്പൊ അതിരിക്കുന്നത്, അത് ഏത് വീട്ടിലാന്ന് നോക്കുക. ഒന്ന് ശ്രദ്ധിക്കുക. അതിരിക്കുന്നത് ഏത് മുറിയിലാണോ ആ മുറി ഉപയോഗിക്കുന്നത് ആളാരാണോ അവിടെ തൊടാൻ വേണ്ടി പോവുക. ഒന്ന് ചെക്ക് ചെയ്യുക. സമയമെടുത്തോ കുഴപ്പമില്ല, ചെക്ക് ചെയ്യുക. താങ്ക് യു ജീസസ്. ആ പറഞ്ഞു. പൂച്ചയുടെ ചിത്രം എന്റെ വീട്ടിലുണ്ട്. നീനുമായിട്ട് ബന്ധപ്പെട്ട ആലോചന സിസ്റ്റർ, അത് നീനുമായിട്ട് ബന്ധപ്പെട്ടാ പോകുന്നത് കേട്ടോ. അതൊന്ന് അന്വേഷിക്കുക സഹോദരങ്ങളെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഈ അടയാളം പറയുന്നതിന്റെ കാരണം കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി, നമുക്ക് ആ സ്ഥലത്തേക്കും ആ ഭവനത്തിലേക്കും തന്നെ എത്തിച്ചേരാൻ വേണ്ടി അടയാളങ്ങളെ കർത്താവ് തരുന്നത്. യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്. ഞാനൊരു തെയ്യാമ എന്ന് പറയുന്ന ഒരു മാതാവിനെ ഇങ്ങനെ വിളിക്കുന്നതായിട്ട് ഞാൻ കാണുക. തെയ്യാമ എന്ന് വിളിക്കുന്നു.
ഞാൻ ഈ തെയ്യാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ആ ഭവനത്തിൻ്റെ അകത്ത് തെയ്യാമയുടെ തലമുറയിലേക്കാണ്, ഉദരഫലത്തിലേക്കാണ് ഞാൻ എത്തിച്ചേരുന്നത്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഈ നമ്മളൊരു പേന കൊണ്ട് നമ്മൾ എഴുതുന്നത് പോലെ കറുത്ത പേന കൊണ്ട് ഈ അതിൻ്റെ മഷി കൊണ്ട് പേരിങ്ങനെ മായ്ച്ചു കളയുന്നത് പോലൊരു കാഴ്ച. അതായത് പേന കൊണ്ട് നമ്മൾ എഴുതുന്നത് പോലെ തന്നെ അതിൻ്റെ മഷി, അതിൻ്റെ ഇങ്ക് കൊണ്ട് ഒരാളുടെ പേരിങ്ങനെ മറച്ചു കളയുക. ഞാൻ ആ പേരിൻ്റെ ആദ്യ അക്ഷരമായ എം ആണ് കാണുന്നത്. എം. ബാക്കി എല്ലാം മഷി കൊണ്ട് മായ്ച്ചു വെച്ചിരിക്കുക. അവസാന അക്ഷരത്തിലേക്ക്, അതായത് എത്തിക്കൊണ്ടിരിക്കുക. ആദ്യമാണ് ഈ അക്ഷരമെങ്കിലും പുറകിൽ നിന്നാണ് ഇത് മായ്ച്ചു വരുന്നത്. ഈ ഒരു എം എന്ന് പറയുന്ന ഒരു അക്ഷരം അവസാനമായി നിൽക്കുക. ആ വ്യക്തിയോട് കർത്താവ് പറയുന്നില്ല, ആ ഉദരഫലത്തെ തകർക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇപ്പോൾ തന്നെ ആരാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് പറഞ്ഞു. മിസ്റ്റർ, ഞങ്ങളുടെ ഗ്രാൻഡ് മദർ തെയ്യാമ്മ എന്നാണ് പേര്. ഈ എമ്മിൽ തുടങ്ങുന്ന പേരുള്ളത് ആരെങ്കിലും ഉണ്ടോ ഭവനത്തില്? എം. ഇല്ല. ആ തലമുറയോടുള്ള ആലോചനയാണ് എം എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന തെയ്യാമ എന്ന് പറയുന്നതിന് വിളിപ്പേരാണോ അത് ഒഫീഷ്യലാണെന്ന് കരുതില്ല. അപ്പം നമുക്ക് നിങ്ങളുമായിട്ട് അത് അറിയത്തുള്ളൂ. ഞാൻ കേൾക്കുന്നതാണ് ഞാൻ പറയുന്നത്. അത് വിളിക്കുന്ന ഒരു വ്യക്തി വിളിക്കുവാണ് ഈ വ്യക്തിനെ പേര് പറഞ്ഞ്. അപ്പം ചിലപ്പോൾ നമുക്കറിയാം ഒഫീഷ്യൽ പേരുമുണ്ട്, അല്ലാത്തതുമുണ്ട്. ഏത് രീതിയിലും കർത്താവ് ഇടപെടാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എം എന്ന് പറയുന്ന ഒരു അക്ഷരം മാത്രം ഇപ്പം നിൽക്കുക, ബാക്കിയെല്ലാം മാഞ്ഞിരിക്കുന്നു. ഇന്ന് ആ തലമുറേനെയാണ് തമ്പുരാൻ തൊടാൻ വേണ്ടി പോകുന്നത്. അതാരുമായിട്ട് ബന്ധപ്പെട്ടതാണോ അവരെ ഏറ്റെടുക്കുക. എന്റെ മോളെ പേര് മീനു. നീനു വിളിപ്പേരാണ് മീനു. ഈ പറഞ്ഞ പൂച്ചയുടെ ചിത്രം എവിടെയെങ്കിലും ഉണ്ടോ? അവരുടെ വീട്ടിലുണ്ടോന്ന് അറിയില്ല. അന്വേഷിച്ചിട്ട് പറ കേട്ടോ. ഒന്ന് അന്വേഷിച്ചിട്ട് പറ. നമുക്ക് അടുത്തതിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഈ തെയ്യാമ എന്ന് പറയുന്ന മാതാവുമായിട്ട് ബന്ധപ്പെട്ടവർ സൂമിലുണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമായിട്ടായിരിക്കുന്നതെങ്കിൽ മ്യൂട്ട് മാറ്റുക. ഇനി ലൈവിലാണ് കാണുന്നതെങ്കിൽ ആ തലമുറ, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത സഹോദരങ്ങളെ, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് അവരാരാണോ അത് ഏറ്റെടുക്കുക. ലോർഡ് ജീസസ്, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. നന്ദി കർത്താവേ. ഈ ചെവിയുടെ അകത്തും അതിൻ്റെ താഴെ ഭാഗം, നമ്മുടെ ചെവിയുടെ താഴേക്ക് പോകുന്ന ഞരമ്പിന്റെ ഭാഗങ്ങളിലും വേദനയുള്ള സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ചെവിയുടെ അവിടെയും ചെവിയുടെ താഴത്തോക്കി പോകുന്ന ഞരമ്പുകളുമായി ബന്ധപ്പെട്ട താഴവശം. സഹോദരങ്ങളൊന്ന് കൈവച്ചേ, ഒന്ന് കൈവെക്കാവോ? കൈവച്ചോ? കൈവച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. ഒന്ന് കണ്ണടച്ചിട്ട് ആ ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ ഒന്ന് കണ്ടേ. ആ റോമൻ പടയാളികള് മാറി മാറി അടിക്കുമ്പോൾ ആ രക്തത്താൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായ കർത്താവിനൊന്ന് കണ്ടേ. എന്റെ പ്രിയരെ, നമ്മൾ ഈ വേദന ചുമക്കണം. ഒന്ന് പറഞ്ഞ്, കർത്താവെ ഞാനിത് ചുമക്കേണ്ട ആവശ്യമില്ലെന്ന് പറ. ഒന്ന് മ്യൂട്ട് മാറ്റി പറഞ്ഞു, ഞാൻ ഈ ചുമക്കേണ്ട കാര്യമില്ലെന്ന് പറ. ഒന്ന് പറഞ്ഞ് മ്യൂട്ട് മാറ്റി പറഞ്ഞ്, എന്തെല്ലാം മ്യൂട്ട് മാറ്റി പറയുന്നു. ഒന്ന് പറഞ്ഞ്, കർത്താവ് ഞാൻ ഈ വേദന ചുമക്കേണ്ട കാര്യമില്ല. പറ, എന്റെ കർത്താവ് എന്റെ വേദന ചുമന്നു. എന്റെ കർത്താവ് എന്റെ വേദന വഹിച്ചു. എന്റെ കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ രോഗശക്തികളോട് പറയുന്ന, ഇറങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ. രോഗത്തിന്റെ ദുരാത്മാവെ ഇറങ്ങ യേശുവിന്റെ നാമത്തിൽ.
ആ പൈശാചിക ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങ്. ഒന്ന് പറഞ്ഞ എന്റെ പ്രിയരെ, എന്റെ കർത്താവെ, അങ്ങയുടെ വിശുദ്ധ മുറിവ്, അങ്ങയുടെ തിരുമുറിവ്, അങ്ങേറ്റ മുറിവ് എന്റെ ആരോഗ്യവും സൗഖ്യമാണ്. അപ്പാ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രിയമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ ആ രോഗബന്ധനത്തെ ഞങ്ങൾ വേരോടെ യേശുവിന്റെ നാമത്തിൽ അതിനെ വേരോടെ 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 പിഴുതെടുക്കുക. ഹീലിംഗ് അനോയിന്റിംഗ്, ഹീലിംഗ് അനോയിന്റിംഗ്, ഹീലിംഗ് അനോയിന്റിംഗ്, ഹീലിംഗ് അനോയിന്റിംഗ്, ഹീലിംഗ് അനോയിന്റിംഗ്. ഈ സമയത്ത് രോഗികളെല്ലാം കൈവച്ചു, ബോണസ് ആയിട്ട് തന്നെ സ്വീകരിച്ചു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അങ്ങോട്ടൊരു തീ കത്തുക പ്രിയര, ഞരമ്പിലേക്ക് ആ ചെവിയിലേക്ക് ഒരു തീ ഇറക്കട്ടെ. ഓ സൈലിയാബാറ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഓ ചീമാലീസ് മറ്റബാരിയില സ്വീക്ക. Healing power, healing power, healing power, healing power, healing power. കർത്താവ് എന്റെ രോഗത്തെ വഹിച്ചതാ, എന്റെ കർത്താവ് എന്റെ വേദനയ്ക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതാ, എന്റെ കർത്താവ് എന്റെ സൗഖ്യത്തിന് വേണ്ടി ഉയർത്തതാ. ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, ഹീലിംഗ് പവർ ഇസ് മൂവിംഗ്. ആമേൻ, 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 ആമേൻ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സഹോദരങ്ങളെ ഒന്ന് ചെക്ക് ചെയ്ത് കൈവച്ച് ഇപ്പം കൽപ്പിച്ച സഹോദരങ്ങള് ഒന്ന് ചെക്ക് ചെയ്തേ. എന്തുവാ വ്യത്യാസം അവിടെ? എന്നാ വ്യത്യാസം അവിടെ? ചെക്ക് ചെയ്തേ. ആ പ്രാർത്ഥിച്ച സഹോദരങ്ങളെല്ലാം ചാടി മ്യൂട്ട് മാറ്റിക്ക്, എല്ലാരും മ്യൂട്ട് മാറ്റിക്ക്, അവര് മാത്രം. ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. എന്നാ സൗഖ്യം. ആ, എന്നാ അവിടെ സംഭവിച്ചത് കൈവച്ച് പ്രാർത്ഥിച്ചപ്പം? വയറുവേദന ഉണ്ടായിരുന്നു, ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ ഉണ്ടോ അവിടെ? ഇല്ല, വയറുവേദന പോയി, പൂർണ്ണമായിട്ട് മാറി. നന്ദി യേശുവേ. ആ, അടുത്തയാള് ചെക്ക് ചെയ്തേ. സഹോദരങ്ങളെ പിടിച്ചെടുക്കുക. സഹോദരങ്ങളെ, കർത്താവ് ക്രൂശിലേക്ക് മരിച്ച് നിങ്ങൾ ഈ രോഗം പിടിച്ചുകൊണ്ട് കർത്താവിനെ വിളിക്കാൻ വേണ്ടിയല്ല, ദിവ്യ ആരോഗ്യത്തിലിരിക്കാനാ. ഒന്ന് ചെക്ക് ചെയ്തേ. ആ, ഇപ്പൊ കൈവച്ച് പ്രാർത്ഥിച്ച സഹോദരങ്ങളെല്ലാം മ്യൂട്ട് മാറ്റിക്കേ. ആ, ചെക്ക് ചെയ്തേ. ബ്രദറെ, ആ പറഞ്ഞേ. ഷോൾഡറിന് വേദനയായിരുന്നു, അതിപ്പോ ഇല്ല, മാറി. ഷോൾഡറിന്റെ വേദനയായിരുന്നു, ഇപ്പൊ നോക്കിയപ്പോ എന്നാ പറ്റി? അത് മാറി, കുറവുണ്ട്. കുറവുണ്ടെന്നാണ് കറക്റ്റ് ആയിട്ട് പറ. കുറവുണ്ടെന്നാണ്, മാറിയെന്നാണ്? പൂർണ്ണമായിട്ടും അത് മാറി എന്നാ പറയുന്നത്. ആ, കർത്താവെ സൗഖ്യമാക്കി നന്ദി, യേശുവിന്റെ നാമം. ഞാൻ എപ്പോഴും പറഞ്ഞത് നിങ്ങൾ വ്യക്തമായി സാക്ഷ്യം പറയണം. കാരണം വെച്ചാല് ഇത് കാണുന്ന രോഗികൾക്ക് യേശു ക്രിസ്തുവിന്റെ സൗഖ്യത്തിലേക്ക് നിങ്ങളൊരു വാതിലാ പ്രിയരെ. ആ, ഇപ്പൊ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അവരെന്നാ വിചാരിക്കുന്നത്? നിങ്ങൾ സൗഖ്യമായെങ്കിൽ മാത്രം സൗഖ്യമായെന്ന് പറഞ്ഞാൽ മതി, ഒരു നിർബന്ധം എനിക്കില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ സൗഖ്യമാക്കിയെന്ന് പറയിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. പകരം ആ സൗഖ്യം നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് നമുക്ക് വേണ്ടി സൗഖ്യവും ആരോഗ്യം എടുത്തു വെച്ചിരിക്കുക. ഇത്രയും കഷ്ടപ്പെട്ട് തമ്പുരാൻ മുറിവേറ്റത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയല്ലേ പ്രിയരെ? നമ്മൾ പൂർണ്ണ സൗഖ്യമാകാൻ വേണ്ടി. പൂർണ്ണ സൗഖ്യമായെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മ്യൂട്ട് മാറ്റിക്കേ. ആ, എന്നാ വ്യത്യാസം? ആ, നോക്കിക്കേ. ആ, പറഞ്ഞേ, എന്നാ പറ്റി? എന്നാ സൗഖ്യം? പാസ്റ്റർ, എനിക്ക് മസിലിന്റെ വേദന ഉണ്ട് പാസ്റ്റർ, അത് മാറുന്നില്ല. സിസ്റ്ററെ, മാറുന്നില്ല, ശ്രദ്ധിച്ചോണം. സൗഖ്യമായവരോടാണ് ഞാൻ ചോദിക്കുന്നത്. സൗഖ്യമാകാത്തവർ കൈവച്ച് പറയണം, എന്റെ ഈ രോഗം യേശു വഹിച്ചതാണ്, എന്റെ വേദന യേശു ചുമന്നതാണ്, എനിക്ക് പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ വില കൊടുത്തത്. കേട്ടോ? അത് പറഞ്ഞോണ്ടിരിക്കണം. ആ, സൗഖ്യമായവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. എനിക്കൊരു വ്യത്യാസം എന്ന് അവിടെ വന്നു എന്ന് പറയുന്നവര് മാത്രം. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എന്തോ? ഹലോ, എനിക്ക് ചെവി വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ മാറിയേ. ഇപ്പൊ വേദന ഇല്ല? ഇല്ല. നന്ദി കർത്താവേ. പൂർണ്ണ സൗഖ്യമാണോ? അതെ കർത്താവേ, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. അടുത്തയാള് ചെക്ക് ചെയ്തേ. സഹോദരങ്ങളെ, ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫോഷ്കല്ല,
കർത്താവ് ഇത്രയും കഷ്ടപ്പെട്ട് ക്രൂശിൽ മരിച്ചിട്ട് നിങ്ങൾ രോഗിയായി മരിക്കുന്നുണ്ടെങ്കിൽ തമ്പുരാന്റെ പ്ലാൻ അല്ല പ്രിയരെ, ദുഷ്ടന്റെ പ്ലാൻ ആണത്. അതിനെ ഇടിച്ചു കളയുവാനാണ് ഈ അഭിഷേകവും പരിശുദ്ധാത്മാവും കൃപയും എല്ലാം നമുക്ക് തന്നിരിക്കുന്നത് തമ്പുരാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, സൗഖ്യം നമ്മുടെ അവകാശമാണ് പ്രിയരെ. സഹോദരങ്ങളെ ചെക്ക് ചെയ്തേ, ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്തിട്ട് എനിക്കൊരു മാറ്റമില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ അവിടെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് പറയുന്നവരുണ്ടോ? എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റം അവിടെ വന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ബ്രദർ, എനിക്ക് അത് ഒരു അകത്ത് ഭയങ്കര ഇറിറ്റേഷൻ പോലെ തോന്നുന്നു. അതുപോലെ എന്റെ കണ്ണിനകത്താണേലും ഞരമ്പിന്റെ ഭയങ്കരമായിട്ട് ഇപ്പൊ കാഴ്ച കുറവാ ഒരു കണ്ണിന്. ഞാൻ ഇപ്പൊ ആ വിഷയം പ്രാർത്ഥിക്കാൻ സിസ്റ്ററെ, ഇപ്പൊ ഞാൻ ചോദിച്ചില്ലായിരുന്നോ, ആ ചെവിയുടെ താഴവശവും ആ ഞരമ്പിനും അവിടെയൊക്കെ വേദനയുള്ള സഹോദരങ്ങൾ ആരാ ഇപ്പം? അത് ചെവിക്കകത്ത് ഇപ്പൊ കൂടുതൽ ഇറിറ്റേഷൻ പോലെ തോന്നുവാ. ഉണ്ട്, അലർജിക്ക് ഇറിറ്റേഷൻ. ബ്രദറെ, കണ്ണിന് വേദന, കണ്ണിന് കാഴ്ച കുറയും. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇനിയിപ്പോ എനിക്ക് നിങ്ങൾ മ്യൂട്ട് മാറ്റി ചിലർ വേറെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ സൗഖ്യം നടന്ന സാക്ഷി നമ്മൾ കേട്ടു. ഇനി സൗഖ്യമാകാത്തവര്, രോഗമുള്ളവര് കേട്ടെ, രോഗമുള്ളവര് കൈയെടുത്തു വെച്ച്, ഇതിന്റെ അകത്ത് ജനുവരി മാസം 10-ാം തീയതി ജനിച്ച ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാരാ? ജനുവരി 10 ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങളെ, ഉറങ്ങുന്ന സഹോദരങ്ങളെ, കഴിവതും ആ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാവോ? എനിക്കും കൂടെ ഉറങ്ങാൻ ടെൻഡൻസി വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഉറങ്ങിക്കോ, നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങിക്കോ, ഒരു പ്രശ്നമില്ല. സഹോദരങ്ങളെ കൈയെടുത്ത് വെച്ച് കർത്താവിന്റെ സന്നിധി വരുന്ന ഉറങ്ങാനാണ്, പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഉറങ്ങിയാൽ പോരെ. താങ്ക് യു. പിന്നീട് യൂട്യൂബിൽ എപ്പോഴേലും കേട്ടാൽ മതി നിങ്ങൾ. ഷാബാന റീക്കന കൈയെടുത്ത് വെച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി നടക്കുമ്പോൾ നമ്മൾ വേറെ വഴിക്ക് പോവാം. ഒറ്റ ആലോചന മിസ്സാക്കരുത് പ്രിയരെ. കർത്താവിൽ നിന്ന് പൗലോസ് പറഞ്ഞ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരിക എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൽ നിന്ന് കിട്ടുന്നതിനെ കളയരുത് പ്രിയരെ. എപ്പോഴാണ് നമ്മുടെ ലൈഫ് മാറുമെന്ന് പറയാൻ പറ്റത്തില്ല. ഒറ്റ ആലോചന മതി ലൈഫ് ചേഞ്ച് ആകാൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും, എന്തുകൊണ്ടാണ് ഈ കൃപാവര ശുശ്രൂഷയിൽ ഞാൻ ഇത്രയും ഫോക്കസ് ചെയ്യുവാൻ കാരണം, ഞാൻ വിശ്വസിക്കുന്നയാളാണ് ദൈവത്തിന്റെ ആലോചന നമ്മുടെ വഴിത്തിരിവാണ്. അപ്പന്റെ കാണാതെ പോയ കഴുതയെ തപ്പി വന്നതാണ് ശൗല്. തമ്പുരാൻ അവനെ ഇസ്രായേലിലെ രാജാവാക്കി. കണ്ടോ, കാണാതെ പോയ കഴുതയെ തപ്പി വന്നവന് കിട്ടിയത് ലോട്ടറി അല്ലേ? അവൻ സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേലിനെ ഭരിക്കുന്ന ദൈവത്തിന്റെ ആദ്യത്തെ ഇസ്രായേലിലെ രാജാവാകുമെന്ന്. കണ്ടോ, ഒറ്റ ആലോചന മതി. രാവിലെ ആടിനെ തീറ്റിക്കാൻ വേണ്ടി ദാവീദ് ഇറങ്ങിയതാ. തിരിച്ചു വരുമ്പോ ദാവീദ് പോലും കരുതിയില്ല ഞാനാണ് ഇസ്രായേലിന്റെ രാജാവ്. ഓർത്തോ ഇല്ല, രാവിലെ ആഹാരം കഴിച്ച് എല്ലാ ദിവസത്തെ പോലെ ഇറങ്ങിപ്പോയ ആളാ. തൈലക്കൊമ്പുമായിട്ട് ശമൂവേൽ പ്രവാചകനെ തമ്പുരാൻ അയക്കും, അവിടെ ഉണ്ട് എനിക്ക് വേണ്ടത്. ദാവീദ്, നിങ്ങൾ ചിന്തിച്ചോ രാജാവാകുമെന്നില്ല, രാവിലെ ചിന്തിച്ചോ രാജാവാകുമെന്നില്ല, ഉച്ചയ്ക്ക് ചിന്തിച്ചോ രാജാവാകുമെന്നില്ല. കണ്ടോ, ഒറ്റ ആലോചന മതി ലൈഫ് ചേഞ്ച് ആകാൻ. വിമർശിക്കുന്നവനും പരിഹസിക്കുന്നവനും അവിടെ കടന്ന് തീരത്തേ ഉള്ളു പ്രിയരെ. ദൈവത്തെ വിളിക്കുന്നവൻ ഉയർച്ച തന്നെ പ്രാപിക്കും, അവൻ താഴ്ച പ്രാപിക്കത്തില്ല. നിന്ദിക്കുന്നവനും പരിഹസിക്കുന്നവനും തീർന്നു പോകും. അവന് വേണ്ടിയുള്ളതാണ് നരകമൊക്കെ, ദൈവമക്കൾക്ക് വേണ്ടിയുള്ള നിത്യജീവനും കർത്താവിന്റെ കൂടെയുള്ള വാസമൊക്കെ. അവന്റെ പുറകെ പോകരുത്, യേശുവിന്റെ പുറകെ പോകും. കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നതിന് ഒരു നാളും ഞാൻ കൈവിടത്തില്ല. രോഗികളെ കൈയെടുത്ത് വെച്ച്, വേഗത്തിൽ കൈയെടുത്ത് വെച്ച് റബഖല. ഇനി ശ്രദ്ധിച്ചോണേ, രോഗികളായിട്ടുള്ളവരെല്ലാം കൈവച്ചോണേ യേശുവിന്റെ നാമത്തിൽ. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് രോഗങ്ങളിലേക്ക് വെളിപ്പെട്ടാൽ, അത് നിങ്ങളിലാണെങ്കിൽ, സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന അന്തരീക്ഷം ഭവനത്തിന്റെ അകത്തുണ്ടെങ്കിൽ, എനിക്കറിയാം പല ആൾക്കാർക്കും സ്വാതന്ത്ര്യമില്ലാതെ കൂടുന്നവരുണ്ട്, ആരാധന സ്വാതന്ത്ര്യമില്ലാത്തവരുണ്ട്, ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളും ഒക്കെ അനുവദിക്കാത്തവരുണ്ട്. ഇതെല്ലാം മാറും കേട്ടോ പ്രിയരെ. നമുക്കൊരു കാര്യം ഞാൻ പറഞ്ഞു, നാളെ നമുക്ക് അന്യഭാഷാ പ്രാർത്ഥന രാവിലെ തുടങ്ങും കേട്ടോ, മറന്നുപോരുത്. ആഗ്രഹിക്കുന്നവരെല്ലാം പങ്കുചേരും. കൃപാവരങ്ങൾ ജ്വലിക്കണമെന്നും ദൈവരാജ്യത്തിലേക്ക് പ്രയോജനപ്പെടണമെന്നും അന്യഭാഷ വരം ആഗ്രഹിക്കുന്നവരും കൂടെ കൂടിക്കൂ. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും കൂടെ കൂടാം. നാളെ രാവിലെ നമുക്ക് അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. രാത്രി 3 മണിക്കല്ലേ? ഇന്നുണ്ട് സിസ്റ്റർ, രാത്രി 3 മണിക്ക്. അതെല്ലാ ദിവസവും ഉള്ളത് സിസ്റ്ററെ.
എല്ലാ ദിവസവും 3 മണിക്കുമുണ്ട്, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 8 മണിക്കുമുണ്ട്. അതുകൂടാതെ എല്ലാ ആഴ്ചയിലും നമ്മൾ ഒരു ദിവസം ഇപ്പോൾ ഫാസ്റ്റിംഗ് ആണ്. അന്യഭാഷ പ്രാർത്ഥന, വേറെ ഒന്നുമില്ല. അന്യഭാഷ പ്രാർത്ഥന പറയുന്നു, വചനം പ്രഖ്യാപിക്കും, ഇത് മാത്രമാണ്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ അതിനുവേണ്ടി, അതിൻ്റെ അകത്തൊരു ദിവസമാണ് വെള്ളി. ഓരോ ദിവസവും ഓരോ ആഴ്ചയിൽ അത് ദിവസം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എല്ലാ ആഴ്ചയിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിൽ ദൈവാത്മാവ് അതെല്ലാം നടത്തും. എൻ്റെ യേശുവേ, എൻ്റെ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെല്ലാം കൈവച്ച് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ വേണ്ടവർ, മിറക്കിൾ മണി, സാമ്പത്തികമായിട്ട് എനിക്കൊരു വിടുതൽ വേണം, എനിക്ക് വായ്പ മേടിക്കാൻ പറ്റത്തില്ല, ആ വാട്ടത്തങ്ങളൊക്കെ എഴുതി വെക്കട്ടെ. പ്രിയരെ, കടഭാരം മാറണേ പറഞ്ഞാൽ ദുഷ്ടന്റെ തീയമ്പ് വന്ന് വീണ് മൊത്തം പോകത്തേ ഉള്ളൂ. കടഭാരം മാറാൻ പറഞ്ഞാൽ കടഭാരം ഒന്നും മാറത്തൊന്നുമില്ല. എങ്ങനെ കടഭാരം മാറുന്നത്? കടഭാരത്തോട് മാറാൻ പറഞ്ഞാൽ കടഭാരം മാറത്തില്ല. വചനം എന്ന വാളുകൊണ്ട് വെട്ടണം, രണ്ടായിട്ട് അതിനെ പിളർക്കണം ആ കടഭാരത്തെ. വിശ്വാസം എന്ന പരിചയം കൊണ്ട് ദുഷ്ടനെ അങ്ങോട്ട് ഇടിച്ചു നിർത്തണം. പരിചയം എന്തിനാ ഉപയോഗിക്കുന്നത്? യുദ്ധം കാണണം. യൂട്യൂബിൽ നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്ത് കാണണം. യുദ്ധം ചെയ്യുന്നവർ എങ്ങനെയാ പോകുന്നത്? കയ്യിലൊരു പടവാള് കാണും, ഇടതുവശത്തൊരു പരിച കാണും. ദുഷ്ടന്മാര് എതിർ സൈന്യം വെട്ടാൻ വേണ്ടി വരുമ്പോഴേക്കും നെഞ്ചും പിരിച്ച് നിൽക്കുവല്ല, പകരം ഈ പരിച കൊണ്ട് തടഞ്ഞിട്ട്, കണ്ടോ, വിശ്വാസം എന്ന പരിച കൊണ്ട് തടയണം. വിശ്വാസം പറയുന്നു, വചനത്തിൽ എന്തു പറയുന്നു, അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ലോട്ടറി എടുക്കുന്നവന് പോലും വിശ്വാസമുണ്ട്. ദൈവമക്കൾക്ക് അത്രയും പോലും വിശ്വാസമില്ലെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ കേൾക്കണം, വചനം കേൾക്കണം, പറയണം. പറയാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ പറയും? കൈയെടുത്ത് വെച്ച്, രോഗികൾ കൈയെടുത്ത് വെച്ച്. സെന്റബാലിയാന്ന് ഈ സിൻഡ്ര എന്നൊരു പേര് എൻ്റെ മനസ്സിലേക്ക് വരിക. സിൻഡ്ര അത് നമ്മുടെ മലയാളികളിൽ അങ്ങനത്തെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ല. സിൻഡ്ര, ആ പേരുമായിട്ട് ബന്ധപ്പെട്ട ആരാ? സിൻഡ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിലേക്ക് പറയുക. സിൻഡ്രയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, നിങ്ങളെ ഏതാണോ, ജോലി സ്ഥലമാണോ, എവിടെയാണോ, സിൻഡ്ര എന്നുള്ള വാക്കാണ് ഞാൻ വരുന്നത്. ഇനി ഞാൻ പറഞ്ഞ പ്രൊനൗൺസിയേഷൻ ഞാൻ കറക്റ്റാണെന്ന് എനിക്ക് അറിയത്തില്ല. സിൻഡ്ര എന്നാണ് ഇങ്ങനെ വിളിക്കുന്നത്. ആ ഒരു പേരാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം നിങ്ങളുടെ കൂടെ ആരാധിപ്പാൻ തരാൻ വേണ്ടി പോവാ സിൻഡ്രനെ. ഷാന സിമ റലൈഫിന സൈക്കനാല സൂശലാത്തി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, രോഗികളായിരിക്കുന്നവരെല്ലാം കൈയെടുത്ത് വെച്ചു. ഈ കഴുത്തിൻ്റെ അവിടെ കർത്താവിൻ്റെ കരം ഇന്ന് വെളിപ്പെടുക. കഴുത്തിൻ്റെ അവിടെ ചിലർക്കത് തേയ്മാനമായിട്ടും, ചിലർക്കത് ഞരമ്പിൻ്റെ ക്ഷതമായിട്ടും, ചിലർക്കത് അസ്ഥിയുടെ ബോണിൻ്റെ പ്രോബ്ലവുമായിട്ടും ഒക്കെ റിപ്പോർട്ട് കിടക്കുക. അതാരാ അവിടെ? കഴുത്തിൻ്റെ അവിടെ തേയ്മാനങ്ങളും ഞരമ്പുകളും പല റിപ്പോർട്ടുകളാണുള്ളത്. കുറേ ദിവസങ്ങളും നാളുകളും വർഷങ്ങളുമായിട്ടുള്ള പെയിനുകളുള്ളവരുണ്ട്. അതാരാ സഹോദരങ്ങളെ അവിടെ കഴുത്തിൻ്റെ അവിടെ? സൂമിലുണ്ടോ അവര്? ഉള്ളവര് ശ്രദ്ധിച്ച് സഹോദരങ്ങളെ ഒന്ന് കേട്ടെ. എന്റെ സഹോദരങ്ങളെ ഒന്ന് കൈവച്ച് ഞാൻ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം. സാക്ഷ്യമുള്ളവര് പിന്നെ ആ വഴിക്ക് അങ്ങ് പോയേക്കരുത്. ഒന്ന് കൈയെടുത്ത് വെച്ച്, രണ്ട് കൈയെടുത്ത് കഴുത്തിനിടയിലോട്ട് കഴുത്തിലോട്ട് വെച്ച്, ആ വേദനയുള്ള ഭാഗത്ത് കൈ എത്തുവാണെ ഒന്ന് വെച്ച്, അല്ലെ കഴുത്തിലോട്ട് കൈവച്ച്, എന്നിട്ട് കണ്ണടച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നവ. പിതാവേ, ഇത് മ്യൂട്ട് മാറ്റി വർത്താനം പറയല്ലേ. കൈവച്ച് നിങ്ങൾ പറയണ്ട, നിങ്ങൾ ഹൃദയത്തിൽ പറഞ്ഞാൽ മതി. അപ്പൊ ആ പുതിയ ഞരമ്പിന് വേണ്ടിയുള്ള വില ക്രൂശി കൊടുത്തതാ. കർത്താവെ, അങ്ങ് സൃഷ്ടാവാണ്. മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന എൻ്റെ കർത്താവെ, പുതിയ അസ്ഥി അവർക്ക് വേണപ്പ, പുതിയ ഞരമ്പ് അവർക്ക് വേണപ്പ, പുതിയ കർത്താവെ അകത്ത് ആന്തരിക അവയെ ഞങ്ങൾക്ക് വേണപ്പ. ഈ വേദനയോടെ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാനല്ലോ അപ്പ അങ്ങയുടെ ക്രൂശ് അങ്ങ് തന്നത്. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നപ്പ, അങ്ങയുടെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നപ്പ, അങ്ങയുടെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നപ്പ. എന്റെ യേശുവേ, അങ്ങയുടെ ശക്തി അവിടെ വ്യാപരിക്കുന്നല്ലോ, അതിന്റെ മേൽ തീ കത്തുന്നല്ലോ. ഹീലിംഗ് പവർ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
ആ രോഗശക്തിയെ പിടിച്ചുകെട്ടുന്നതിനെ പുറത്താക്കുന്നു. രോഗത്തിന്റെ ദുരാത്മാവിനെ പിടിച്ചുകെട്ടുന്നു. ആ രോഗത്തെ കൊണ്ടുവരുന്ന എല്ലാ കർത്താവെ അവരുടെ അകത്തുള്ള ഡോറുകളെ ഞങ്ങളിപ്പോൾ യേശുവിനെ തകർത്തു കളയുന്നപ്പോൾ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അഞ്ഞരമ്പിന്റെ മേൽ, അസ്ഥിയുടെ മേൽ, ആന്തരികത്തിന്റെ മേൽ, ആ രോഗത്തിന്റെ മേൽ, രോഗശക്തിയുടെ മേലേക്ക് തീ ഇറങ്ങട്ടെ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചോട്ടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടപ്പ. ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരങ്ങളെ ചെക്ക് ചെയ്ത് കൈ മാറ്റിക്ക്. ഒന്ന് ചെക്ക് ചെയ്ത് എന്താ വ്യത്യാസം? എന്നാ വ്യത്യാസം അവിടെ? പ്രാർത്ഥിച്ച സഹോദരങ്ങളെ എന്നാ അവിടെ വ്യത്യാസം വന്നേക്കുന്നത്? പറഞ്ഞു സിസ്റ്ററെ. എന്റെ 2 കഴുത്തിന്റെ ഭാഗത്തും വേദനയായിരുന്നു. ഇത് രണ്ടും മാറി, 2 സൈഡിലത്തേത് മാറി. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഒട്ടും വേദനയില്ല. പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് വേദന ഉണ്ടായിരുന്നു. പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് കുറെ ദിവസമായിട്ടുണ്ടായിരുന്നു ബ്രദർ. ഇപ്പൊ ഒട്ടുമില്ല. ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ കഴുത്ത് ചരിച്ചിട്ടാണ് കിടപ്പായിരുന്നു. ഇപ്പൊ എനിക്ക് ഒട്ടും വേദനയില്ല. കർത്താവേ സൗഖ്യമാ, കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് ഒന്ന് ചെക്ക് ചെയ്ത് പെടലിക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ച സൗകര്യങ്ങൾ തിരിച്ചു മറിച്ചൊക്കെ നോക്കിയേ. എന്നാ വ്യത്യാസം? പറഞ്ഞു. എന്റെ പെടലിക്ക് ഇങ്ങനെ ഒരു മുഴയുണ്ടായിരുന്നേ. മുഴയുടെ അവിടെ ഒരു ചെറിയൊരു പഴുപ്പും ഉണ്ടായിരുന്നു. നല്ല വേദനയായിരുന്നു. ഇപ്പൊ എനിക്ക് ആ വേദനയില്ല. 2 ദിവസമായി തുടങ്ങിയിട്ട്. സിസ്റ്റർ അവിടെ വേദന ഉണ്ടായിരുന്നു, തടിപ്പും ഉണ്ടായിരുന്നു. ഈ മുഴ എന്ന് പറഞ്ഞ പഴുപ്പായിട്ട് ബൾജ് നിൽക്കുമായിരുന്നു. അല്ല, ആദ്യം ഒരു വേദന പോലെ വന്നു, പിന്നെ അതിങ്ങനെ ഇച്ചിരി വലിപ്പമായി വന്നു. ഇന്ന് രാവിലെ മോളെ കൊണ്ട് നോക്കിക്കുമ്പോ അവിടെ ഒരു പഴുപ്പ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ആ വേദനയില്ല. ഓ ജീസസ്. വേദനയില്ലേ? പിന്നെ മുഴയോട് പറ, നീ പൊക്കോളാൻ പറ. വേദന പോയെങ്കിൽ പിന്നെ നിന്റെ മുഴ നീ നിൽക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിക്കോളാൻ പറ. ആ മുഴ ഇപ്പൊ തന്നെ ചുക്കിക്കോളും കേട്ടോ. നാളെ സാക്ഷ്യം പറഞ്ഞോണേ. ഒന്നും കൂടെ പറയാനുണ്ട് ബ്രദറെ. പറഞ്ഞു. എന്റെ മോക്ക് പനി ഒരാഴ്ചയെല്ലാം കഴിഞ്ഞു. പക്ഷെ അവക്ക് ബ്ലഡിനകത്ത് പിന്നെ അണുക്കൾ കൂടുതലായിട്ട് അവക്ക് പിന്നെ ചുമയും പനിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര വിഷമത്തിലിരിക്കുക. അവക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഇന്ന് കൈവച്ച് സഹോദരി പറ, യേശു കർത്താവ് പ്രിയ മകളുടെ രോഗം ക്രൂശിൽ വഹിച്ചതാണ്. എന്റെ കരത്തിലൂടെ കർത്താവ് വചനം രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരുമെന്ന്. ആ കരം നമ്മുടെ കരം കേട്ടോ. കൈവച്ചോ, അത്ഭുതം നടക്കുക കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. അടുത്തയാള് പെട്ടെന്ന് നോക്കിക്കേ. കഴുത്ത് വേദന നോക്കിക്കേ. ബ്രദറെ, എനിക്ക് കഴുത്തുവേദന ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിലോട്ട് കഴുത്ത് തിരിക്കാനേ പറ്റത്തില്ലായിരുന്നു. എന്ന് തുടങ്ങിയതാ? കുറെ നാളായി, കുറെ മാസങ്ങളായി. കുറെ മാസമായ വേദനയായിരുന്നു. ഇപ്പോഴോ? ഇന്ന് 2 കൈയും വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എടുത്ത സൈഡിലോട്ട് നല്ലപോലെ കഴുത്ത് തിരിക്കാം. പെയിനൊക്കെ മാറി. നേരത്തെ തിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ലെഫ്റ്റ് സൈഡിലോട്ട് തിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കേട്ട മാസങ്ങളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിക്കാൻ പറ്റാത്ത അതികഠിനമായ വേദനയായിരുന്നു. എന്നാൽ കർത്താവ് തൊട്ടു. ഇപ്പൊ ഒട്ടും വേദനയില്ല. നന്ദി. ഒട്ടും വേദനയില്ല. ഒട്ടും വേദനയില്ല. എടുത്തു പറ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തയാള് ചെക്ക് ചെയ്തേ, പെട്ടെന്ന് ചെക്ക് ചെയ്തേ സഹോദരങ്ങളെ. എന്റെ കഴുത്തിന് വേദന ഉണ്ടായിരുന്നു. ഞാനിപ്പോ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പൊ എനിക്ക് വേദന ഒട്ടുമില്ല, പൂർണ്ണമായിട്ട് സൗഖ്യമായി. അങ്ങനെ പറയണം. അതായത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ ഒട്ടുമില്ല. ഇല്ല. ഞാനിവിടെ പറഞ്ഞല്ലോ സഹോദരങ്ങളെ, സാക്ഷ്യം പറയുമ്പം നിങ്ങളെ കേൾക്കുന്ന മറ്റ് രോഗികളുണ്ട്. ചിലപ്പോൾ ഈ സാക്ഷ്യം കൊണ്ടുപോയിട്ട് കിടക്കുന്ന രോഗിയായിരിക്കാം, ഹോസ്പിറ്റലായിരിക്കാം. സഹോദരങ്ങൾ ആരെങ്കിലും കേൾപ്പിക്കുമ്പം ഈ നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പം പൗലോസ് പറഞ്ഞതുപോലെ കാലൂന്നി എണീക്കാൻ പറഞ്ഞപ്പം ജന്മനാ മുടന്ന് ചാടി എണീറ്റതുപോലെ നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ അവൻ ചാടി എണീറ്റ് വരണം. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു. ഗോഡ് ബ്ലസ് യു. അടുത്തയാൾ ചെക്ക് ചെയ്തേ. ഹലോ ബ്രദറെ, എനിക്ക് കഴുത്തിന് കൊറേ ദിവസം എന്ന് പറഞ്ഞ ഒരു 2-3 മാസത്തോളായ വേദന. എപ്പൊ പ്രാർത്ഥിച്ചാലും അത് മാറുന്നില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ബ്രദർ പ്രാർത്ഥിച്ചപ്പോ, കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ അത് മാറി. നന്ദി കർത്താവേ. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഒട്ടും വേദനയില്ല കർത്താവേ. അങ്ങനെ തിരിച്ചു മറിച്ചുമൊക്കെ നോക്കിയിട്ട് ഇപ്പൊ വേദനയില്ല. യേശു പൂർണ്ണ സൗഖ്യമാക്കിയിരിക്കുന്നല്ലേ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങൾ. എന്തോ എന്റെ ഷോൾഡർ നല്ല വേദനയായിരുന്നു, ഇപ്പം മാറി. എന്ന് തുടങ്ങിയതാ വേദന? വേദന 2 ദിവസമായി. 2 ദിവസോ? 2 ദിവസമായി. 2 ദിവസമായിട്ടുള്ള
എന്തെങ്കിലും ഇങ്ങനെ വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ വലിക്കുമ്പോഴും ഇങ്ങനെ ഷോൾഡർ വേദന വരും. അങ്ങനെയായിരുന്നു വേദന. ഇപ്പൊ ഒട്ടും വേദനയില്ല. ആരാധനയ്ക്ക് ഇരിക്കുമ്പോ നല്ല വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഓ യേശു അങ്ങ് സൗഖ്യമാ കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും സഹോദരങ്ങളെ ചെക്ക് ചെയ്തേ. മറ്റാരുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ പിന്നെയും പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. കേട്ടില്ല കേട്ടില്ല സിസ്റ്റർ. ആ കഴുത്തിന് കുറച്ചു നേരമായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഞരമ്പിനൊരു വേദന പോലെ ഉണ്ടായിരുന്നു. രണ്ട് കഴുത്തിന്റെ സൈഡിലുണ്ട്, പെടലിക്കും ഉണ്ടായിരുന്നു. ഞാൻ രണ്ട് കൈകളും വെച്ച് പ്രാർത്ഥിച്ചു, ആ വേദന പരിപൂർണമായിട്ടും പോയി. ഓ എവിടെയൊക്കെയാണ് സിസ്റ്റർ വേദന ഉണ്ടായിരുന്നത്? കഴുത്തിന്റെ രണ്ട് സൈഡിലും തൊണ്ടയിലും ഒക്കെ ഇങ്ങനെ ഞരമ്പിലൊരു വേദന ഉണ്ടായിരുന്നു. കുറച്ചു നേരമായത് സംഭവിച്ചിട്ട്, പക്ഷെ അത് പ്രാർത്ഥന കഴിഞ്ഞുകൊണ്ട് മാറിയത്. ഓ കർത്താവ്, നിങ്ങൾ കേട്ടെ, ഞരമ്പിനും തൊണ്ടയിലും ഒക്കെ വേദന ഉണ്ടായിരുന്നു, ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നമായിരുന്നു. ഞാൻ പറഞ്ഞില്ല സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇത്രയും വേദന സഹിച്ചത് നിങ്ങൾ പറയണം. നിങ്ങൾ വിളിച്ചു പറ, പിശാച് കേൾക്കട്ടെ, ആ പൈശാചിക ശക്തി കേൾക്കട്ടെ. എന്റെ കർത്താവ് എന്റെ സൗഖ്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി ബൈബിൾ പറയുന്നു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നെടുക്കും. നമ്മൾ അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. ഓ കർത്താവെ, കരഞ്ഞുകൊണ്ടല്ല. ഒരു ബോർഡറിൽ ഒരു പട്ടാളക്കാരൻ നിൽക്കുന്നത് എങ്ങനെ നിൽക്കുന്നത്? അതുപോലെ നിങ്ങൾ ഇരിക്കണം. യുദ്ധത്തിന്റെ അകത്താ നിൽക്കുന്നത് പ്രിയരെ. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ട നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പൊ നിങ്ങൾ അയ്യോപാപം കളിച്ചിരിക്കുവാണെങ്കിൽ അവൻ പറയാം, അതാ ഇവിടെ കിടക്കത്തുള്ളൂ. പറയണേ, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി രോഗം ബാധിച്ചത് ഞാൻ രോഗിയാകാനല്ല. എന്റെ കർത്താവ് എന്റെ വേദന അനുഭവിച്ചത് ഞാൻ വേദന അനുഭവിക്കാനല്ല. പിശാചിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക. നമ്മൾ പിശാചിനോട് പറയാം, പിശാചെ നീ ഒന്ന് വിട്ടുപോവല്ല, പറ, എന്റെ സൗഖ്യം എന്റെ അവകാശമാണ്. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട് പ്രിയരെ. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്ത സഹോദരങ്ങളെ, ഒന്ന് ചെക്ക് ചെയ്തേ. നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി മറ്റാരില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞു. ലോർഡ് ജീസസ്, നമുക്ക് ഒരുമിച്ച് പിന്നെയും പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. ജീസസ് ക്രൈസ്റ്റ്. എനിക്കറിയത്തില്ല, ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും, ഞാൻ സൺഡേ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, എനിക്കറിയത്തില്ല, ഇന്നലെ സൺഡേയിലെ പ്രാർത്ഥന ഭയങ്കര ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് അത് നിർത്തേണ്ടി വന്നു. പക്ഷെ ഞാൻ വൈകിട്ട് അതിന് ശേഷം നമ്മുടെ സൺഡേ ആരാധന കഴിഞ്ഞിട്ട് ഞാൻ ജോലി സ്ഥലത്ത് നൈറ്റ് പോകുമായിരുന്നു. രാത്രി മുതൽ എനിക്കൊന്ന് 2 മണി വരെ എൻ്റെ അകത്ത് ഇങ്ങനെ കത്തുന്ന ഫീലായിരുന്നു. ഞാൻ ആ 2 മണിയോളം ഞാൻ പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു. ജോലി സ്ഥലത്ത് നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് കണ്ടിന്യൂസ് പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളത്ത് ഇങ്ങനെ എന്തോ ഒന്ന് ഇടിച്ചിടിച്ച് പുറത്തേക്ക് വരാൻ ഇങ്ങനെ പ്രേരണ ഉണ്ടാകുന്നത് പോലെ അതിൻ്റെ ഒരു, നമ്മൾ പറഞ്ഞൊരു എഫക്റ്റ് കിടക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ പറയാനിടയാത്തോർന്നു, ഇനി നമുക്ക് സമയങ്ങളിൽ നോക്കാതെ നമുക്ക് ദൈവത്തെ ആരാധിക്കണം. കാരണം വെച്ചാൽ ഇതിങ്ങനെ ഇടിച്ചു, അപ്പോസ്തലന്മാരിങ്ങനെ രാവിലെ മുതൽ വാച്ച് നോക്കിയിട്ടല്ല പ്രാർത്ഥിക്കാൻ ഇരുന്നത്. അങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ ഒരിക്കലും അവർ യെരൂശലേമിൽ പെട്ടുപോയേനെ. അവർക്ക് യെരൂശലേമിൻ്റെ നിന്ന് അകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റിയത് അവർ സമയം നോക്കിയില്ല, ആൾക്കാരെ നോക്കിയില്ല, അന്യഭാഷ പറഞ്ഞപ്പോഴേക്ക് എന്നാ വിചാരിക്കും നോക്കിയില്ല. അവർ ആർത്തിരമ്പിയെന്ന, അല്ലേ, നമുക്ക് അങ്ങനെ വായിക്കാൻ പറ്റുന്ന, അല്ലേ, അവരാത്മാവിൽ നിറഞ്ഞ അന്യഭാഷ ആർത്തിരമ്പുന്ന പോലെ ആയിപ്പോയി. കേട്ടവർ പറഞ്ഞത് വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ച് കിടക്കുവാണല്ലോ. അല്ല, ഓർത്തോണം, 1-2 പേർ ലക്ഷങ്ങൾ പെരുന്നാളിന് വന്നിരിക്കുക. നമുക്കറിയാം പെരുന്നാളിന്. ഇന്നലെ നമ്മൾ 3 മണിക്ക്, രാത്രി 3 മണിക്ക് വെളുപ്പിന് അന്വേഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് പെട്ടെന്നൊരു പേര് ഇങ്ങനെ വന്നു, അഖിൽ കുമാർ എന്ന് പറഞ്ഞിട്ട്. അഖിൽ കുമാർ എന്നുള്ള പേര് വന്നു. അഖിൽ കുമാറുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, സൗകര്യം മനസ്സിൽ പ്രാർത്ഥിക്കാൻ വന്നാണ്. അഖിൽകുമാറുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ വേഗത്തിൽ ഏറ്റെടുത്തോണേ. ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് വെളിപ്പെടുമ്പം ഒരു കാര്യം ഉറപ്പിച്ചോണം, ദൈവം ചില കാര്യങ്ങളെ പ്രാർത്ഥിക്കാൻ നമ്മളെ നിയോഗപ്പെടുത്തുക. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം ഒത്തിരി പേര് നമുക്ക് പ്രാർത്ഥന അവസാനമായിട്ട് ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, എന്നെ കർത്താവ് ഇന്നത് കാണിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചോണേ. പിശാച് നെഗറ്റീവൊക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യരുത്. എന്തെങ്കിലുമൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കമൻറ്റ് ചെയ്യാം. മെസ്സേജിൻ്റെ അകത്തോട്ട് ആ പേരുകളോ ആ വ്യക്തിയുമായിട്ട് എന്താ കണ്ടതും കൂടെ എഴുതിക്കോണേ. എന്താണ് ആ വ്യക്തിയിൽ സംഭവിക്കാൻ പോകുന്നത്, ദൈവം എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ട്. അപ്പൊ അഖിൽ കുമാറുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ
അത് യേശുവിന്റെ പേര് മാത്രമേ കണ്ടുള്ളൂ, പേര് മാത്രമേ കേട്ടുള്ളൂ. പോരാ. നന്നായി, പേര് വെളിപ്പെടുത്തിക്കൊണ്ട് സ്തുതി. പക്ഷെ പോരാ, അടുത്തതും കൂടെ കർത്താവ് എന്താണ് ആ വ്യക്തിയോട് ഞങ്ങൾ സംസാരിക്കേണ്ടത്, അതും കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പൊ നിങ്ങൾ ബ്രദർ അത് ഉപയോഗിക്കുന്ന സ്ഥലത്തുള്ള കൃപാവരങ്ങൾ ഒരു കാര്യം വെളിപ്പെടുമ്പോൾ അതിന്റെ അകത്ത് അത് നന്നായി കേട്ടോ. അത് കർത്താവ് അത് സ്പിരിച്വലൈസ് തുറന്നതിന്റെ സൈനാണത്, ആത്മീയമായിട്ട് കേൾക്കാൻ പറ്റുന്നതിന്റെ സൈനാണ്. പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. അനേകരോട് കമ്മടൽ. അഖിൽകുമാറുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ പറയാൻ വേണ്ടിയാണോ മീട്ട് മാറ്റിയ സൗരി? 2 ആഴ്ച മുമ്പ് നിവേദിത എന്ന് പറഞ്ഞൊരു പേര് വെളിപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. ബാക്കി ഒന്നും പറഞ്ഞില്ല. പേര് വെളിപ്പെട്ടത് പറഞ്ഞില്ല. അത് വെളിപ്പെട്ടത് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോണം. അത് സഹോദരങ്ങൾക്ക് അത് വെളിപ്പെടുമ്പോൾ ഞാൻ ഇതാണ് കുഴപ്പം സഹോദര, പേര് വെളിപ്പെടുമ്പോൾ ബാക്കിയും കൂടെ കർത്താവ് എന്താണോ കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചോദിക്കണേ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ എന്നെ വിളിക്കും, നിഖിൽ ബദറെ എന്നെ വിളിച്ചു, ഞാൻ തിരിച്ചു നോക്കി, നിങ്ങളൊന്നും മിണ്ടുന്നില്ല, എനിക്ക് എന്തുവാ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്? ഇതേപോലെ ദൈവം ഒരാളുടെ പേര് വെളിപ്പെടുത്തുമ്പോൾ, ഒരു കാര്യം വെളിപ്പെടുത്തുമ്പോൾ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാണെ ഒരു പേപ്പർ എടുക്കുക, സഹോദരി എന്തുവാ കർത്താവ് എനിക്ക് എന്താ പറയാനുള്ളത്, അതും കൂടെ എഴുതി വെക്കണേ. അടുത്ത സ്റ്റെപ്പിലോട്ട് കയറണേ. ഗോഡ് ബ്ലസ് യു. നന്ദി കർത്താവേ. ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്നൊരു പേര് പറഞ്ഞല്ലോ, ആ തെയ്യാം കട്ടായി, തിത്താമ്മയെന്ന് വിളിക്കുന്നുണ്ട് അതിങ്ങനെ, അതാണോ ഇനി? തെയ്യാമ്മയുടെ ഭവനത്തിൽ ആരാ എസ് എന്നുള്ളത്? അന്നേരം ബ്രദർ പറഞ്ഞു എം എന്നായിരുന്നു. സോറി, എം എന്നുള്ളത്, എസ് അല്ല, എം എന്നുള്ളത്. തെയ്യാമ്മയെന്നല്ല ആ പേര് വിളിക്കും, തിത്താമ്മ എന്നാ വിളിക്കുന്നത്. അത് തെയ്യാമ്മ സിസ്റ്റർ, തെയ്യാമ്മ എന്നുള്ള പേരാണ് കേട്ടോ. എം എന്നുള്ളത് മണിക്കുട്ടൻ എന്നൊരു പേരുണ്ട്. തെയ്യാമ്മ എന്നുള്ളത് ഞാൻ കേട്ടത്. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പെട്ടെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ട, നിങ്ങൾ ഇപ്പൊ കേട്ട, ഇപ്പൊ നിങ്ങൾ ഒന്നും പറയാൻ നിൽക്കരുത്. സമയം നമുക്ക് ലിമിറ്റഡ് ആണ്, സമയം കഴിയാറാവുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അടുത്ത പ്രാവശ്യം ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കമന്റ് ചെയ്യാവുള്ളൂ. വെറുതെ ആ സഭയിൽ സംഭവിച്ചതുപോലെ ഇത് നമ്മൾ മിക്സ് ആയി പോകരുത്. എല്ലാ ശുശ്രൂഷയും കൂടെ ഞാനിവിടെ പറഞ്ഞ ഒത്തിരി ഫ്ലോ വരുന്നുണ്ട്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കും. നിങ്ങളത് പറയണം. പറയേണ്ടത് ശ്രദ്ധിച്ചോണം. ആ കമന്റിൽ കൊടുത്താൽ മതി. ബാക്കി എന്താണോ കർത്താവ് സംസാരിച്ചതും കൂടെ അത് കമന്റ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ എടുത്തു പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയമെടുക്കും. അപ്പോൾ ഒരാളുടെ ചോദിക്കും, മറ്റൊരാൾക്ക് വിഷമമാകും ചോദിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് ആ വിഷമം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് കമന്റ് ചെയ്ത് കാണിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ബാക്കിയും കൂടെ നിങ്ങൾ കാണിക്കുക. ഇപ്പൊ പറഞ്ഞതുപോലെ അഖിൽകുമാർ എന്നുള്ള പേര് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ ഇപ്പോൾ കുറച്ച് ലെഫ്റ്റ് ആയി. അങ്ങനെ ഒരു പേര് ഒരു തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് ആരോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ട്രിവാൻഡ്രത്തുള്ളൊരു സഹോദരി അതെനിക്ക് തോന്നുന്നത്. ഇന്നാളൊരു പ്രാവശ്യം ഈ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ അങ്ങയുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. സമയം ഒത്തിരി മുന്നോട്ട് പോയി. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം തരുന്ന ആലോചനകളെ ബാക്കിയും കൂടെ ഫുൾഫിൽ ചെയ്യണം. അടുത്തൊരു സ്റ്റെപ്പിലൂടെ നിങ്ങൾ ബ്രദർ ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ആ ഫ്ലോ പോകുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കുക. അത് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ അങ്ങനെ ദൈവം എന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് കൂടുതൽ കർത്താവിൽ ഫലം കായ്ക്കുവാൻ, പ്രയോജനപ്പെടുവാൻ എന്നെയും ശക്തീകരിക്കണേ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് നിങ്ങളെ സഹായിക്കും. കാരണം നമ്മുടെ കഴിവുകൊണ്ടല്ലല്ലോ നടക്കുന്നത്, നമ്മുടെ പ്രാപ്തി കൊണ്ടല്ലല്ലോ നടക്കുന്നത്. ബൈബിളിൽ ബലമുള്ളതിന് ലജ്ജിപ്പാൻ, ബലമില്ലാത്ത നമ്മളെല്ലാവരും തമ്പുരാൻ എടുത്തതുകൊണ്ടാണ്. അത് നമ്മുടെ കഴിവൊന്നും വേണ്ട, കർത്താവിൻ്റെ കൃപ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ പിതാവ് യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർ, നമുക്ക് ബാക്കി സാക്ഷി നാളെ കേൾക്കാം. കർത്താവിൻ്റെ വേലയിൽ വിതച്ച മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വിതയ്ക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നവൻ കൊയ്യും. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ഇത് സഭയിലോട്ടല്ല നമ്മൾ വിതയ്ക്കുന്നത്. നമ്മൾ ഒരു കണക്കും ഒരു വ്യക്തിയുടെയിലോ എൻ്റെയിലോ ഇല്ല, ഒരു സഭയിലും കണക്ക് വെക്കത്തില്ല. പകരം കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാത്തിനും ഉണ്ട്. അതുകൊണ്ടാണ് ആ ശതാധിപന്റെ ദശാംശത്തെ പറ്റി വചനം പറയുന്നത്. നിന്റെ പ്രാർത്ഥനയും നിന്റെ എല്ലാ കാര്യങ്ങളും നിനക്ക് കൊടുത്ത ദശാംശങ്ങളും ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ദശാംശങ്ങൾ, നിങ്ങളുടെ സ്വോത്ര കാഴ്ചകളൊക്കെയും കർത്താവിൻ്റെ നാമത്തിൽ അവിടെയാണ് എത്തുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വിതയ്ക്കുമ്പോൾ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നു. അനേക ഇടങ്ങളിൽ സുവിശേഷവുമായിട്ട് പോകണം. നമുക്കറിയാം പ്രയർ സ്റ്റേഷൻ നമുക്ക് തന്ന നിയോഗമാണ്. ലോകമെമ്പാടും പ്രയർ സ്റ്റേഷൻ, അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന നിയോഗം.
അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിതയ്ക്കുവാണ്. നിങ്ങൾ വിതച്ചില്ലെങ്കിലും കർത്താവ് നടത്തും. അപ്പൊ എന്തിനാ വിതയ്ക്കുന്നത്? എപ്പോഴും ഞാൻ പറഞ്ഞത് പിന്നെയും പറയുന്നു, എനിക്ക് അതിൻ്റെ അകത്ത് ഭാഗമാകാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ദിനവൃത്താന്ത പുസ്തകം പറയുന്നു, കർത്താവ് ഞാൻ എന്തുള്ളൂ അങ്ങയുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് ഞാൻ അങ്ങേക്ക് തരുന്നതാണ്. സാലറി തരുന്നത് ചിലപ്പം ഓഫീസായിരിക്കാം, നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, വീട്ടു ജോലി ആയിരിക്കാം, ഏതെങ്കിലുമൊക്കെ ചെറിയതോ വലുതോ ആയിട്ടുള്ള വരുമാന മാർഗമായിരിക്കാം. പറയണം, ഇത് തരുന്നത് ഇവരല്ല, ബൈബിൾ പറയുന്ന യഹോവേ നീയാണ്, ഞാൻ അങ്ങയുടെ നിന്ന് വാങ്ങിച്ച് അങ്ങേക്ക് തരുവാണ്. ഇതാണ് ദശാംശങ്ങൾ, സ്വത്രകാഴ്ചകൾ. ഇതിനെ പരിഹസിച്ചാലും, ഇതെന്തൊക്കെ പരിഹസിച്ചാലും, എന്തൊക്കെ പറഞ്ഞാലും പ്രിയരെ, വിതയ്ക്കുന്നവനെ കൊയ്യത്തുള്ളൂ. വിതയ്ക്കുന്നവൻ കൊയ്യും, പരിഹസിക്കുന്നവൻ അത് അവനെ ഇരിക്കത്തുള്ളൂ. ഞാൻ വിതച്ച മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ 100 മേനി കൊയ്യും. വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. കർത്താവെ, ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ മേൽ ഞാൻ വെട്ടി പ്രാർത്ഥിക്കുന്നപ്പോൾ മിറക്കിൾ മണി റിലീസ് ചെയ്യുന്നു. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ നിങ്ങളുടെ പുറകെ വരും. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഐശ്വര്യവും സമ്പത്തും ഉണ്ടായ കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ